എഴുത്തിൻ്റെ ശരീരശാസ്ത്രം എന്നാണ് നമ്മൾ സംവദിക്കാൻ തിരഞ്ഞെടുത്ത വിഷയം. രണ്ടുപേരെയും നിങ്ങൾക്ക് സുപരിചിതരാണ്. താഹ മാടായി സാധാരണ എല്ലാവരും സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കാതെ കുറച്ചുകൂടി വ്യത്യസ്തമായ എഴുത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച ഒരാളാണ്. നമ്മളാദ്യം ജീവിതകഥകൾ ഒരു പക്ഷേ കാണുന്നത് കലാകൗമുദിയിലെ വേറിട്ട കഥകളിലൂടെയാണ്. അതിനുശേഷം ഒരാളുടെ ജീവിതത്തെ സർഗാത്മകമായ എഴുത്ത്, സർഗാത്മക ജീവിത എഴുത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അതിലൂടെ കേരളത്തെ പരിചയപ്പെടുത്തുകയും ധാരാളം ആളുകളെ സമൂഹത്തിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിലൊന്ന്, നമ്മൾ ആത്മകഥ വായിക്കുന്നത് എലൈറ്റ് ആയ ആളുകളുടെ, വലിയ മുഖ്യമന്ത്രിമാരുടെ, അതുപോലെ വലിയ പണക്കാരുടെ, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ഒക്കെ ആത്മകഥയായിരുന്നു നമ്മൾ വായിക്കാറുള്ളത്. എന്നാൽ വളരെ ഗ്രാമീണ ലെവലിൽ ജീവിച്ച് വേണമെങ്കിൽ ചെറിയ ലോകത്തെ വലിയ മനുഷ്യരായ ജീവിച്ച ആളുകളെ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുകയും അത് ഒരു എഴുത്തിൻ്റെ ശാഖയായി രൂപപ്പെടുത്തുകയും ചെയ്ത ഒരു എഴുത്തുകാരനാണ് താഹ മാടായി. അദ്ദേഹം നമ്മളോട് എഴുത്തിനെക്കുറിച്ചും അതിൻ്റെ കെമിസ്ട്രിയെക്കുറിച്ചും അതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മോട് സംസാരിക്കും. മറ്റൊരാൾ നമ്മുടെ കൂടെയുള്ളത്, എഴുത്തുകാർ മാത്രം ഉണ്ടായാൽ പോരാ, പ്രസാധകർ നിർബന്ധമാണ്. പ്രസാധകരുണ്ടാകുമ്പോഴാണ് ഒരു പുസ്തകം വെളിച്ചത്ത് വരിക. പഴയ കാലത്തൊരു പക്ഷേ പുസ്തകങ്ങളൊക്കെ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ വലിയ കൊട്ടാരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ആയിരുന്നു. പക്ഷെ പിൽക്കാലത്ത് അറിവിൻ്റെ ജനാധിപത്യം കൂടുതൽ തെളിഞ്ഞു വന്ന കാലത്ത് വലിയ പ്രസാധകർ വരികയും ചെയ്തു. ആ പ്രസാധകരിൽ നിന്ന് തന്നെ നമുക്ക് ജനാധിപത്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ പലതും കാണാൻ പറ്റും. കേരളത്തിൽ പ്രസാധക രംഗത്തെ ഒരു ബദൽ വഴി അവതരിപ്പിച്ച പ്രസാധകാലയമാണ് മൾബറി. ആ മൾബറിയിൽ സേവനം ചെയ്യുകയും അതിനുശേഷം പാപ്പിയോൺ എന്ന പുസ്തകം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയും ഒലീവ് പോലുള്ള പുസ്തകാലയങ്ങളിൽ പ്രസിദ്ധീകരണാലയങ്ങളിൽ വർക്ക് ചെയ്യുകയും ബദൽ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് മാറി മെയിൻ സ്ട്രീം മുഖ്യധാര പ്രസിദ്ധീകരണശാലയുടെ തലപ്പത്തെത്തിയ ഒരാൾ കൂടിയാണ് ഇപ്പോൾ നൗഷാദ് ഖാൻ. മാതൃഭൂമി ബുക്സിൻ്റെ സീനിയർ പബ്ലിക്കേഷൻ മാനേജറാണ്. ഈ രണ്ടുപേരും എഴുത്തിനെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും പുസ്തക പ്രസാധകം ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മോട് സംസാരിക്കും. ആദ്യം നമ്മളോട് താഹ മാടായി സംസാരിക്കും. മോഡറേറ്ററായിട്ടിരിക്കുന്ന സുഹൃത്ത്, പിന്നെ ഞാൻ സൂഫി എന്ന് വിളിക്കാറുള്ള എൻ്റെ ആത്മസ്നേഹിതൻ നൗഷാദ്, എൻ്റെ പ്രിയപ്പെട്ട ആൺ സുഹൃത്തുക്കളെ, സത്യത്തിൽ എഴുത്തിനെക്കുറിച്ചും പുസ്തകത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും വേണമെങ്കിൽ സംസാരിക്കാവുന്ന ഒരു വിഷയമാണ് എഴുത്തിൻ്റെ ശരീരശാസ്ത്രം എന്ന് പറയുന്നത്. പല മാനങ്ങളിൽ പോകുന്ന, പല അടിയടരുകൾ ഉള്ള, പല സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്ന ഒരു വിഷയമാണ് എഴുത്തുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും, പ്രത്യേകിച്ചിട്ട് BKF പോലെയുള്ള ജ്ഞാനത്തെ മനോഹരമായി ചർച്ച ചെയ്യുന്ന, അതിൻ്റെ പല ധാരകളെക്കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 3 ദിവസമായിട്ട് ഇവിടെ അത്തരം ജ്ഞാനവും സ്പിരിച്വാലിറ്റിയും, അതുപോലെ ഈ ആശയങ്ങൾ എവിടെയൊക്കെ പോകാൻ പറ്റുമോ അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അഗാധമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
ഒരുപക്ഷെ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ എഴുത്തുകാരൻ എന്നുള്ള നിലയിലുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എന്നേക്കാൾ പുസ്തകവുമായി ബന്ധപ്പെട്ട് ധാരാളം അനുഭവമുള്ള ആളാണ് നൗഷാദ്. പ്രസാധകൻ എന്നുള്ള നിലയിലും മൾബറി പോലെയുള്ള കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലനായ ഒരു പ്രസാധകനായ ഷെൽവിയുടെ ഒപ്പം നിന്നുകൊണ്ട് പുസ്തക ലോകത്തേക്ക് വരികയും അതിനപ്പുറം സ്വന്തമായി മൗലികമായ കുറേ ആലോചനകളും ആശയങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് പുസ്തകത്തെ നിർമ്മിക്കുന്ന എഴുത്തുകാർക്ക് മുന്നിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് നൗഷാദ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നൗഷാദ് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. എന്തായാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, എഴുത്തുകാർ എന്നുള്ള നിലയിലല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുന്നൊരു കാര്യം, എഴുത്തും വായനയും വേറെ വേറെ സംഭവമല്ല, അത് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. ഇപ്പോഴെല്ലാവരും എഴുത്തുകാരാണ്, എല്ലാവരും വായനക്കാരുമാണ്. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എഴുത്ത് എന്ന് പറയുന്നത് ഒരു സ്വകാര്യമായ അനുഭവമായിട്ട് നമ്മൾ വളരെ തത്സമയ ജീവിതമാണ് നയിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ഈ നിമിഷം ഒരു പക്ഷേ വാട്സപ്പിൽ റീലായിട്ട് പോകുന്നുണ്ടാകും. നമ്മൾ നടന്നു വരുന്നത് നമ്മുടെ കിടപ്പറകളിലുള്ള നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒഴിച്ച് മറ്റെല്ലാം തന്നെ അതുപോലും ചില സമയത്ത് സോഷ്യൽ മീഡിയകളിൽ വരുന്നുണ്ട്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു തത്സമയ ജീവിതമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുസ്തകം എന്ന് പറയുന്നതിൻ്റെ ഒരു ശാശ്വതമായ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തുടർച്ച എങ്ങനെ നിൽക്കുന്നു എന്നുള്ള ഒരു ആലോചന പ്രസക്തമാണത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും തത്സമയമായി ഇങ്ങനെ വായുവിൽ കറങ്ങി നടക്കുമ്പോൾ പുസ്തകമെന്ന് പറയുന്ന തുറക്കുന്ന, മറച്ചു വെക്കുന്ന, നമുക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാവുന്ന പുസ്തകത്തിൻ്റെ രചനയും അതിൻ്റെ പ്രസാധനയും അതിൻ്റെ വായന അനുഭവവും എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലെനിക്ക് തോന്നുന്നത് വി സുത്യേവ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ബാല്യത്തെ വളരെയധികം പ്രചോദിപ്പിച്ച ഒരു എഴുത്തുകാരനാണ് വി സുത്യേവ്. വി സുത്യേവിൻ്റെ ചിത്രകഥകൾ വായിച്ച ആളുകൾ ഇതിലുണ്ടാകും തീർച്ചയായും. വി സുത്യേവിൻ്റെ ഒരു രസമുള്ളൊരു കഥ എന്ന് പറയുന്നത് ഈ ഒരു 3 പൂച്ചക്കുട്ടികളുടെ ഒരു കഥയുണ്ട്. നമ്മുടെയൊക്കെ ബാല്യത്തിൽ വി സുത്യേവിൻ്റെ കഥകൾ വായിച്ചിട്ടാണ് വായനയുടെ ഒരു ഭാഗം തുടങ്ങുന്നത്. ഒരു 3 പൂച്ചക്കുട്ടികൾ, അതിലൊരു പൂച്ചയുടെ നിറം വെളുപ്പ്, മറ്റൊരു പൂച്ചയുടെ നിറം കറുപ്പ്, മൂന്നാമതൊരു പൂച്ചയുടെ നിറം ചാരനിറം. ഈ 3 പൂച്ചക്കുട്ടികൾ ഒരു ചുണ്ടലിയുടെ പിറകെ ഇങ്ങനെ ഓടുകയാണ്. ഈ എലി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് അരച്ച് വെച്ച ഒരു തൊട്ടിയിൽ ഒരു ബക്കറ്റിലേക്ക് ഈ എലി ചാടുന്നു. 3 പൂച്ചകളും അതിലേക്ക് ചാടുന്നു. ചുണ്ടലി പുറത്ത് വരുമ്പോൾ പൂച്ചക്കുട്ടികൾ അതിൻ്റെ പിറകെ വരുന്നു. പക്ഷേ ഈ പൂച്ചക്കുട്ടികളുടെ നിറം മാറി. മാവിൻ്റെ നിറം വന്നപ്പോൾ 3 പൂച്ചക്കുട്ടികളുടെയും നിറം വെളുത്തതായിട്ട് മാറി. ചുണ്ടലി രക്ഷപ്പെട്ടു. 3 പൂച്ചക്കുട്ടികൾ പിന്നെ പോകുമ്പോൾ ഒരു തവളയെ കാണുന്നു. തവളയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ തവള ഒരു പഴയ പുകക്കുഴലിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നു. പൂച്ചക്കുട്ടികൾ അതിലൂടെ കടന്നു പോകുന്നു. പുകക്കുഴലിൻ്റെ ഉള്ളിലുള്ള ഈ കറുപ്പ് പൊടിപടലങ്ങൾ കൊണ്ട് പൂച്ചക്കുട്ടികളുടെ നിറം 3 കറുപ്പായി. തവള രക്ഷപ്പെട്ടു. കുറേ കഴിഞ്ഞ് നിരാശയോടുകൂടി ഈ 3 പൂച്ചക്കുട്ടികളും ഒരു തടാകത്തിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് മീനുകൾ ഇങ്ങനെ തുള്ളിച്ചാടുന്നു. പൂച്ചക്കുട്ടികൾ വെള്ളത്തിൽ ചാടി. അവരുടെ 3 പൂച്ചക്കുട്ടികളും നനഞ്ഞു. തിരിച്ചു വന്നപ്പോൾ അവർക്ക് അവരുടെ പഴയ നിറം തിരിച്ചു കിട്ടി. ഒരു പൂച്ചയ്ക്ക് കറുപ്പ്, മറ്റൊന്ന് വെള്ള, മറ്റൊന്ന് ചാരനിറം. എഴുത്ത് എന്ന് പറയുന്നത് ഈ വി സുത്യേവിൻ്റെ കഥയിലെ പൂച്ചക്കുട്ടികളെപ്പോലെയുള്ളൊരു അനുഭവമാണ്. നമ്മളൊരാളുടെ ജീവിതം ആവിഷ്കരിക്കുമ്പോൾ, നമ്മൾ ദുഃഖത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബോധം എന്ന് പറയുന്നത് ഈ ദുഃഖത്തിൻ്റെ നിറം കൊണ്ട്, അതിൻ്റെ വിക്ഷുബ്ധതകൾ കൊണ്ട്,
അതിൻ്റെ സങ്കടം കൊണ്ട് മനസ്സിൽ നൽകും. യുദ്ധത്തിൻ്റെ അനുഭവത്തിലൂടെ പോകുമ്പോൾ അത് എഴുതുന്ന ആൾ മുറിവേറ്റ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകും. അതുകൊണ്ടാണ് NV കൃഷ്ണവാര്യർ എവിടെ ചാട്ടവാർ വീഴുന്നുവോ അതെൻ്റെ നടുപ്പുറത്താണ് വീഴുന്നത് എന്ന് NV കൃഷ്ണവാര്യർ പറയുന്നത്, എഴുതുന്നത് അദ്ദേഹം ആ വേദന അനുഭവിക്കുന്നതുകൊണ്ടാണ്. എഴുത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വേദന സ്വന്തം നിലയിൽ അനുഭവിക്കുമ്പോഴാണ് വരുന്നത്. ഇങ്ങനെ വ്യക്തികൾ എന്നുള്ള നിലയിൽ മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ മാത്രമല്ല, സാമൂഹികമായിട്ടുള്ള ഏതനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും പുസ്തകരചന മാത്രമല്ല, സർഗാത്മകമായിട്ടുള്ള ഏത് ആവിഷ്കാരങ്ങളും ഇത്തരം ഈ പൂച്ചക്കുട്ടികളുടെ ഒരു യാത്ര പോലെ ആണ് ആയിത്തീരുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനം ഈ ആശയങ്ങളുടെ ഒരു നനവിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു നിറത്തിലേക്ക്, സ്വന്തം നിറത്തിലേക്ക് തിരിച്ച് വരിക. ഇതാണ് എഴുത്തിനെ കുറിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഒരുപാട് അഗാധമായിട്ട് ഫിലോസഫിക്കൽ ഇങ്ങനെ പോകുന്നതിന് പകരം നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റും, നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെടുക്കാൻ പറ്റും, നമ്മുടെ ബോധത്തിലേക്ക് എന്തെടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ നൗഷാദിന് ഇതിൻ്റെ തുടർച്ചയായി എന്തെങ്കിലും ഉറപ്പായിട്ടും പറയാനുണ്ടാവും. അങ്ങനെ പറഞ്ഞ് പോകാം. പ്രിയപ്പെട്ടവരെ, മോഡറേറ്റർ ബുഹാരി, താഹ, ഈ താഹ മാടായി എന്ന് പറയുന്ന ആളെ കൂടെ തന്നെ എഴുത്തുകാരനാവാൻ വേണ്ടി പോയ ആളായിരുന്നു ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30 വർഷം മുമ്പ് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു സാഹിത്യ ക്യാമ്പ് എന്നാണ് പരിചയപ്പെടുന്നത്. അന്ന് താഹെ പോലെ ഞാനും ഒരു എഴുത്തുകാരനാവാൻ മോഹിച്ച് ഒരു ക്യാമ്പിൽ പോയി. ആ കഥയൊക്കെ അയക്കണതിന് എനിക്ക് തോന്നുന്നത് അന്ന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന വേറെ ഒരാളാണ് പ്രകാശ് മാരാഹി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ. പിന്നെ ഒരു MB ജാഫർ ഉണ്ടായിരുന്നു. ജാഫർ പിന്നെ എഴുതിയില്ല. പ്രകാശ് മാരാഹി ഇപ്പോൾ DC ബുക്സിൻ്റെ പബ്ലിക്കേഷൻ ഡിവിഷനിലുണ്ട്. അതോടൊപ്പം തന്നെ എഴുത്തുകാരനാണ്, കഥാസമാഹാരമൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. താഹ പിന്നീട് എനിക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഥകളൊക്കെ എഴുതി ചന്ദ്രികയിലും ദ്വൈവാസികയിലും ഒക്കെ അച്ചടിച്ച് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് പറ്റിയ ഏർപ്പാടല്ല ഈ എഴുത്തെന്ന് മനസ്സിലായി. നമ്മളതിൽ നിന്ന് പിന്മാറി. സ്വാഭാവികമായിട്ട് താഹ പിന്നീട് സംഭവിക്കുകയെന്ന് വെച്ചാൽ താഹ അന്ന് വീണ്ടും എഴുതി. നേരത്തെ ബുഹാരി പറഞ്ഞ പോലെ മലയാളത്തിൽ ഈ ജീവിത കഥകൾ അതുവരെ ഉണ്ടായിരുന്നത് ഈ ആത്മകഥ എന്ന് പറയുന്നത് ഒരു വരേണ്യവർഗത്തിന് മാത്രമുള്ളൊരു സംഭവമാണ് ആത്മകഥ എന്നായിരുന്നു. അതിനെ താഹ പൊളിച്ചു. താഹ താഴേക്കടയിലുള്ള ആളുകൾ, താഴേക്കടയിൽ മാത്രമല്ല ലീല കൃഷ്ണൻ നായരുടെ ആത്മകഥയൊക്കെ താഹ പിന്നീട് എഴുതുന്നുണ്ട്. ആദ്യകാലത്ത് വളരെ വ്യത്യസ്തമായ ആളുകളുടെ, ഇപ്പോൾ നമുക്കറിയാം പൊക്കുടൻ്റെ ഒക്കെ ആത്മകഥ താഹയാണ് എഴുതിയത്. അതേപോലെ ഒരുപാട് വ്യത്യസ്തരായ ആളുകളുടെ, നമ്മുടെ സർക്കസിലെ വലിയ ജമിനി ശങ്കരേട്ടൻ്റെ ആത്മകഥ അങ്ങനെ എഴുതുന്നു. പിന്നെ സംഭവിക്കുന്നത് താഹ ഒരു നോവൽ എഴുതുന്നു, കഥകൾ എഴുതുന്നു, നോൺ ഫിക്ഷൻ അല്ലാത്ത പുസ്തകങ്ങൾ എഴുതുന്നു. അതുകൊണ്ട് എഴുത്തിനെ കുറിച്ചിട്ട് മറ്റാർക്കും സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ എഴുത്തിലേക്ക് വന്ന ഒരാളായതുകൊണ്ട് ധാരാളം, അതുകൂടാതെ മലയാളത്തിൽ ധാരാളം ഇൻ്റർവ്യൂസ്, എഴുത്തുകാരുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂ നടത്തിയ ഒരാളാണ്. അപ്പോൾ ഒരിക്കൽ മലയാളത്തിലെ വലിയൊരു എഴുത്തുകാരനായ NS മാധവൻ താഹ മാടായെക്കുറിച്ച് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ താഹ ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം താഹ NS മാധവൻ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേറൊരു തലം കൊടുത്തു. ഞാൻ താഹയുടെ ഒരു പുസ്തകം ഒലീവിലുള്ളപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഴുത്തിനെ കുറിച്ച് എന്തുകൊണ്ടും അങ്ങനെ പറയാൻ, എഴുത്തിൻ്റെ രസതന്ത്രം അല്ലെങ്കിൽ എൻ്റെ ശരീരശാസ്ത്രത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ എന്തുകൊണ്ടും പറ്റുന്ന ആളാണ് താഹ. അതുകൊണ്ട് താഹ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എഴുത്തിനെക്കുറിച്ച് സഹായകരമാവുക. ഞാൻ വേറൊരു രീതിയിൽ ഒരു പ്രസാധകൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ എഴുത്ത് ഇവർ പ്രസവിച്ചു കഴിഞ്ഞാൽ, ഇവരെ പേരെടുക്കുന്ന പണിയാണല്ലോ നമുക്ക് എഴുത്തുകാർ. ഇവർ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ എടുത്ത് അതിൻ്റെ പൊക്കിൽ കൂടി വെട്ടി അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മളൊരു പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊടുക്കുന്നു. ചിലപ്പം ചിലത് ചാപ്പിള്ളയാകാം, ചിലത് കുട്ടി വലിയ രീതിയിൽ വളർന്ന് ഒരു വൃക്ഷമാകാം, അങ്ങനെ വലിയ ലെവലിലേക്ക് പോകും. ഇത് നമുക്ക് വിചാരിക്കാത്ത ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇറക്കും, പക്ഷേ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും.
ഞാൻ പറയാൻ പോകുന്നത് മലയാള പുസ്തക പ്രസാധക സംഘത്തിൻ്റെ 250-ാം വർഷമാണിത്. സംക്ഷേപ വേദാർത്ഥം എന്നുള്ള പുസ്തകം വന്നു കഴിഞ്ഞിട്ട് മലയാളത്തിൽ ആദ്യത്തെ അച്ചടിച്ച പുസ്തകം, അത് പക്ഷേ ഇവിടെ അല്ല അച്ചടിക്കുന്നത്, എന്നാലും അതാണ് ആദ്യത്തെ മലയാള പുസ്തകം. അത് അച്ചടിച്ച് കഴിഞ്ഞിട്ട് ഈ വർഷം, ഈ 2024 250 വർഷമാണ്. അപ്പോൾ മലയാളത്തിൻ്റെ പുസ്തക പ്രസാധക സംഘത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇയറാണ് വരാൻ പോകുന്നത് 2024. അപ്പോൾ അത് നോക്കുമ്പം ഈ പുസ്തക പ്രസാധനം എങ്ങനെ എവിടെ എത്തി നിൽക്കുന്നു നോക്കും. ഇപ്പം ആർക്കും എഴുത്തുകാരനാവാവുന്ന, അല്ലെങ്കിൽ ആർക്കും പ്രസാധകനാവാം. മുമ്പ് എങ്ങനെയാ വെച്ചാൽ ഒരു പബ്ലിഷിംഗ് ഹൗസിലേക്ക് നിങ്ങൾ പുസ്തകം അയക്കണം. ഇപ്പോൾ താഹ പോലുള്ള എഴുത്തുകാരൻ, നേരത്തെ ആണെങ്കിൽ താഹെ പോലെ എഴുത്തുകാരന് ഒരു പബ്ലിഷറെ ആവശ്യമില്ല, അല്ല ഇപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ആർക്കും ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. കാരണം ഒരു സെൽഫ് പബ്ലിഷിങ്, ആ സെൽഫ് പബ്ലിഷിനെ പറ്റി ഇപ്പം കേരളത്തിൽ എനിക്ക് ഞങ്ങൾ ഷാർജയിൽ, ഞാനും താഹയൊക്കെ ഷാർജയിൽ പോയിരുന്നു ബുക്ക് ഫെസ്റ്റിവലിൽ. ഞങ്ങൾ എല്ലാ ദിവസവും 12 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അവിടെ 760 പുസ്തകമാണ് അവിടെ, മലയാള പുസ്തകങ്ങൾ 760 പുസ്തകമാണ് അവിടെ പ്രകാശനം ചെയ്തത്. അവിടെ ഇങ്ങനെ ഒരു ഹാളിൻ്റെ ഉള്ളിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ താലികെട്ട് നടക്കുന്ന പോലെയായിരുന്നു പ്രകാശനം. ഇവിടെ അങ്ങനെ സൈഡിൽ ഇങ്ങനെ പുസ്തകം ആൾക്കാർ കാത്തു നിൽക്കുകയാണ് പ്രകാശനം ചെയ്യാൻ. ഒരു പ്രകാശനം കഴിയുമ്പോഴേക്ക് ആൾക്കാർ കയറുന്നു. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അതിൽ ഏതാണ്ട് 50% സെൽഫ് പബ്ലിഷിംഗ് ആണ്, അതായത് ഫണ്ടഡ് പബ്ലിഷിംഗ് ആണ്. അവരെന്നെ കാശ് കൊടുത്ത് അവരെന്നെ പബ്ലിഷ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു സംഭവം നേരത്തെ മലയാളത്തിലില്ല. അതുകൊണ്ട് ആർക്കും ഒരു പബ്ലിഷറുടെ അടുത്തേക്ക്, ഇപ്പോൾ മാതൃഭൂമിയുടെ അടുത്തേക്കോ DC ബുക്സിൻ്റെ അടുത്തേക്കോ പോകാതെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് പ്രിൻ്റഡ് വേർഷൻ ആവണമെന്നില്ല. നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റഡ് വേർഷൻ വേണ്ട, നിങ്ങൾക്ക് കിൻഡൽ വേർഷൻ പബ്ലിഷ് ചെയ്യാം. ഇപ്പോൾ ആമസോണിലൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആമസോണിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കത് DTP എടുത്ത് PDF ആക്കി ഒരു കിൻഡൽ ഫോർമാറ്റിലേക്ക് ആക്കാനുള്ള കാശ് മാത്രം ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് പബ്ലിഷ് ചെയ്യാം. അങ്ങനെ ഒരു കാലം വരുമ്പോൾ എഴുത്തുകാരൻ എന്ന് പറയുന്ന, നമ്മളീ പറയുന്ന എഴുത്തുകാരൻ്റെ റോൾ എന്താണ്? ഇങ്ങനത്തെ ഒരു പബ്ലിഷിംഗ് സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിൽ ആർക്കും എഴുത്തുകാരനാവാം. അതിന് എഴുത്തിലെ ജനാധിപത്യം എന്ന് പറയാം. അപ്പം ഞങ്ങൾ തന്നെ സമീപകാലത്ത് പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോൾ 25-ാമത്തെ പതിപ്പിലെത്തി. ആ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരുള്ള 2 സ്ത്രീകളുടെ കഥ എന്നുള്ള പുസ്തകം, അത് ഫേസ്ബുക്കിലാണ് വന്നത്. അത് ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വായനക്കാർ വായിച്ചതിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. ആ സമയത്ത് തലശ്ശേരിയുള്ള ഒരു നിരൂപകൻ എൻ ശശിധരൻ മാഷ് വിളിച്ചു പറയാണ്, ഈ പുസ്തകം ഒരു വല്ലാത്ത റൈറ്റിംഗ് ആണ് ഈ രാജശ്രീ ടീച്ചർ ഇതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് പറഞ്ഞ ഒരു ഉമ്മർ മാഷുണ്ട് തലശ്ശേരി, ഉമ്മർ മാഷും വിളിച്ചു. അങ്ങനെയാണ് ഞാൻ രാജശ്രീ വിളിക്കുന്നത്. ആ പുസ്തകം ഞങ്ങൾ 25 പതിപ്പിൽ ഏകദേശം 10-30,000 കോപ്പി ആയത്. അതിൻ്റെ ഒരു 25-ാമത്തെ എഡിഷൻ പിറക്കാൻ പോവാണ്. അപ്പോൾ അത് ഫേസ്ബുക്കിലാണ് ആ പുസ്തകം ഉണ്ടായത്. ഇത് നേരത്തെ ചിന്തിക്കാൻ പറ്റില്ല. രാജശ്രീ ടീച്ചർ വേറെ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. രാജശ്രീ ടീച്ചർ ആദ്യത്തെ പുസ്തകമാണ്. അത് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് വന്നു. ടീച്ചർ ഇന്ന് മലയാളത്തിൽ ഇപ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു വയലാർ അവാർഡിനും അതേപോലെ അവർ പരിഗണിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അല്ല, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ അവസാന പട്ടികയിൽ ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നു. നേരത്തെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ഒരു എഴുത്തുകാരിയുടെ ആദ്യത്തെ പുസ്തകം തന്നെ ആ ലെവലിലേക്ക് വരികയാണ്. അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ, ബാരിക്കേഡ്സൊക്കെ പോയി. നിങ്ങൾക്ക് ആർക്കും ഒരു പുസ്തകം എഴുതിയിട്ട് മാതൃഭൂമിൻ്റെ പബ്ലിഷിങ്ങിലേക്കോ DC ബുക്സിൻ്റെ ഇതിലേക്കൊന്നും അയക്കേണ്ട, നിങ്ങൾക്ക് തന്നെ പബ്ലിഷ് ചെയ്യാം. അങ്ങനെ ഒരു കാലത്ത് നിൽക്കുമ്പോൾ എഴുത്തുകാരൻ എന്നുള്ള സാധനം നമ്മൾ ആലോചിക്കണം. എഴുത്തുകാരന് എന്താണ് അയാളുടെ റോള്, അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെ അയാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ ബാഗ്ദാദിലെ പുസ്തക തെരുവുകൾ എന്നൊരു പുസ്തകമുണ്ട്, ശശി തരൂരിൻ്റെ. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പലരും. നല്ല പുസ്തകമാണ്. DC ബുക്സ് 2000 അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 10-12 വർഷമായി. ആ പുസ്തകത്തിൽ ശശി തരൂർ ഒരു കാര്യം പറയുന്നുണ്ട്. 2018 മറ്റോ 2008 അമേരിക്കയിൽ ഒരു സർവേ നടത്തി. എന്താ സർവേ നടത്തിയെന്ന് വെച്ചാൽ, എഴുത്തുകാരാൻ എത്ര ആളുകൾ ആഗ്രഹിക്കുന്നു. 81% പേര് അവിടെ എഴുത്തുകാരാൻ ആഗ്രഹിക്കുകയാണ്. 81% പേര് അമേരിക്കയിൽ 2008 എഴുത്തുകാരാൻ ആഗ്രഹിക്കുന്നു. എന്നിപ്പോൾ കേരളത്തിലെ അവസ്ഥ എനിക്ക് തോന്നുന്നു, നമ്മളൊരു സർവേ നടത്തി കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 70% ആളുകളെങ്കിലും എഴുത്തുകാരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. കാരണം എഴുത്തുകാർക്ക് എങ്ങുമില്ലാത്ത വിധം എന്താ പറയുക, സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നു, എഴുത്തുനിന്ന് വരുമാനം വരുന്നുണ്ട്. പിന്നെ ചില നോവലുകളൊക്കെ സിനിമയാവുന്നു, അല്ലെങ്കിൽ എഴുത്തുകാരന് പറയുന്നത് കേൾക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലം വന്നു കഴിഞ്ഞു. ഈ സമയത്ത് എഴുത്തുകാരന് എന്താണ് അയാളുടെ മുമ്പിലുള്ള പ്രതിസന്ധി എന്ന് വെച്ചാൽ, ഇതിൻ്റെ വൈലോപ്പള്ളി പറയുന്ന പോലെ എന്നോട് ഒച്ച വേറിട്ട് കേൾപ്പിച്ചുവോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എഴുതാം,
നിങ്ങൾക്ക് എന്തും എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്കിപ്പോൾ എന്തും എഴുതാം. പക്ഷെ നിങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്തും? അതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അതിന് നന്നായിട്ട് വായിക്കണം. ഈ ഒരു നോവൽ ഇപ്പം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു അവസാന കാലത്ത് വന്ന ആനോ എന്നുള്ള ഇന്ദുവോവൻ്റെ നോവൽ, അതിൻ്റെ മുമ്പ് വന്ന വിനോയ് തോമസിൻ്റെ നോവൽ, ഇതൊന്നും വായിക്കാതെ നിങ്ങളെ മുറിയിൽ ഇരുന്നിട്ട് ഫേസ്ബുക്കിലോ അതൊരു സാധനം എഴുതി കഴിഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ പോകുമ്പോൾ, അത് ഞാൻ തമാശയായിട്ട് പറയും, ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം കുമ്പളങ്കി നൈറ്റ്സ് എന്നുള്ളൊരു സിനിമ ഉണ്ട്, ഒരുപാട് സ്വീകരിക്കപ്പെട്ട സിനിമയാണ്. ആ സിനിമയുടെ കാലത്ത് നിങ്ങൾ കുപ്പിവള റിലീസ് ചെയ്ത പോലെ ഉണ്ടാവും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ. നിങ്ങളിത് വായിക്കാതെ എഴുതി കഴിഞ്ഞാൽ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ കാലത്ത് നിങ്ങൾ കുപ്പിവള എന്നുള്ള സിനിമ റിലീസ് ചെയ്ത പോലെ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായും എവിടെയാണ് നിൽക്കുന്നത് എന്നുണ്ട്. ഇപ്പം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാൻ ചില ആളുകളോട്, നമ്മൾ എഴുത്തുകാരോട് ചോദിക്കും, കഥകളും നോവലൊക്കെ ധാരാളം തരുമ്പോൾ ചോദിക്കും, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ആദ്യം ഇപ്പോഴും അതന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ വിലാസം തന്നെയാണ് മാതൃഭൂമി ബുക്സിൻ്റെ വിലാസവും. അവിടെ ആദ്യം ഇപ്പം ഇങ്ങനെ മാതൃഭൂമി ബുക്സ് രാമനാട്ടുകര എന്നുള്ള വിലാസം തന്നെയാണ് മാതൃഭൂമി ആഴ്ചവെപ്പാക്കിയ അതും അതിൻ്റെ വിലാസം. അപ്പോൾ ഈ അയക്കുന്ന ചിലരോട് ചിലപ്പോൾ എന്താണെന്നറിയോ, ആ മാനസ്ക്രിപ്റ്റിലൊക്കെ അതൊരു തെറ്റല്ല, നിറയെ അക്ഷരത്തെറ്റായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ മാതൃഭൂമി ആഴ്ചവെപ്പ് കാണാറുണ്ടോ? അപ്പം എന്നോട് ഒരാൾ ചോദിച്ചാൽ, നിങ്ങൾ ഇങ്ങനെ പരമ്പരാഗതമായി എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? എന്തിനാണ് മാതൃഭൂമി ആഴ്ചവെപ്പ് വായിക്കേണ്ട കാര്യം എന്താ? മാതൃഭൂമി ആഴ്ചവെപ്പ് വായിച്ചിട്ടൊന്നും പുസ്തകം എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അതല്ല, പ്രാഥമികമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിയണമല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണ്, കൈക്കോട്ട് എത്താൻ പോകുന്ന ഒരാൾക്ക്, ഒരു കൃഷിപ്പണിക്കാരന് മണ്ണിനെക്കുറിച്ചുള്ള പ്രാഥമികമായ വിവരമില്ലെങ്കിൽ കൈക്കോട്ട് കാലിൻ്റെ മേലെ കൊള്ളും, കാല് മുറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പ്രാഥമികമായ വിവരമെങ്കിലും ഒരു ഭാഷയെക്കുറിച്ചിട്ട്, നമ്മുടെ ഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ട്, ആ ഭാഷയുടെ അർത്ഥം എന്താണ്, അതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് നല്ലൊരു എഴുത്തുകാരനാവാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എഴുത്തുകാരനാവാം. അപ്പം സെൽഫ് പബ്ലിഷിങ്, ഇ ബുക്ക്, കിൻഡൽ എന്നുള്ള ഇതിൻ്റെ മുമ്പിൽ എഴുത്തുകാരൻ നേരിടുന്ന ബേസിക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ ഈ ഒരു ഭയങ്കരമായ ആൾക്കൂട്ടത്തിൽ, ഈ കേരളത്തിൽ ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സന്ദീപ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സന്ദീപ് ഒലിവ് ബുക്സിൻ്റെ മാർക്കറ്റിംഗ് മാനേജറാണ്. മാതൃഭൂമി, DC ബുക്സ്, ഒലീവ്, പൂർണ്ണ, ഗ്രീൻ ബുക്സ്, ഒരുപാട് പബ്ലിഷിംഗ് ഹൗസുകൾ. ഇവരൊക്കെ കൂടിയിട്ട് നിങ്ങൾക്കറിയോ, ഒരു മിനിമം 100 കോടി രൂപയുടെ ബിസിനസ്സാണ് ഒരു കൊല്ലം മലയാളം പുസ്തകമാണ് പറയുന്നത് മാത്രം. 100 കോടിയുടെ ബിസിനസ്സാണ് അല്ലേ, ഏകദേശം 100 കോടിയുടെ ബിസിനസ്സാണ് ഇത് വരുന്നത്. അത്രയും പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഈ പുസ്തകങ്ങൾക്കിടയിൽ ഒരു എഴുത്തുകാരന് വ്യത്യസ്തനായി നിൽക്കണമെങ്കിൽ അയാളെ കയ്യിൽ വ്യത്യസ്തമായ രീതിയിൽ പറയാനും വ്യത്യസ്തമായിട്ട് ആവിഷ്കരിക്കാനുമുള്ള ഒരു കെൽപ്പും അതിനുള്ള ടൂളും അതിനുള്ള ഭാഷയും അതിനുള്ള ആവിഷ്കരിക്കാനുള്ള ഇതും ഉണ്ടായേ മതിയാവൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരിക്കലും വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. പുതിയ എഴുത്തുകാരോട് നിങ്ങൾ ഇങ്ങനെ എഴുതണം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടാ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾ എഴുത്ത് മേശയ്ക്ക് എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എഴുത്തുകാർക്കുണ്ടാവണം എന്ന് മാത്രമേ ഒരു ചെറിയ പ്രസാധകൻ ചെറിയ കാലത്തെ അനുഭവങ്ങൾ വെച്ച് പറയാനുള്ളൂ. ഇനി വീണ്ടും താഹ സംസാരിച്ചതിന് ശേഷം വീണ്ടും സംസാരിക്കാം. വളരെ കൃത്യമായ തുടക്കമാണ് രണ്ടുപേരും നിർവഹിച്ചിരിക്കുന്നത്. പുതിയ കാലത്തെ പ്രസാധന രംഗത്തെ ഭീഷണി, വെല്ലുവിളികൾ, അതെങ്ങനെ അതിജീവിക്കാം എന്നാണ് നൗഷാദ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ എഴുത്തുന്ന പ്രോസസ്സ്, ആ പ്രക്രിയ എങ്ങനെയാണ് സൗന്ദര്യമുള്ളതാകുന്നത്, എങ്ങനെ തുടങ്ങുന്നത് എന്നാണ് രണ്ടുപേരും അവതരിപ്പിച്ചത്. ഇതിൽ ഇപ്പോൾ പുതിയ കാലത്തെ എഴുത്തിനെക്കുറിച്ച് അത് വേറിട്ടതാകണം, അത് ക്വാളിറ്റി കൊണ്ടും അതിൻ്റെ പ്രമേയം കൊണ്ടും ഭാഷ കൊണ്ടും എല്ലാം വേറിട്ടതാകുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കുക. പണമുണ്ടെങ്കിൽ, പണമില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു എഴുത്തുകാരനാവാം. അതെ, പണമുണ്ടെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിലെത്താവുന്ന രൂപത്തിൽ നിങ്ങളൊരു പുസ്തകത്തെ പ്രസിദ്ധീകരിക്കാം. ഷാർജ ബുക്ക് ഫെയറിനൊക്കെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞത് അതാണ്. ഇന്ന് അത്തരം ആളുകൾ കാശ് കൊടുത്ത് അവരെ കാശ് വാങ്ങാനായിട്ട് ചില പ്രസാദാലയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രസാധകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതൊരു ജീവിതമാർഗമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലത്ത്. ഒരു നല്ല അത്യാവശ്യം കാശുള്ള ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അദ്ദേഹം ആരെക്കൊണ്ടോ എന്തെങ്കിലും ചില കുറിപ്പുകൾ എഴുതി അത് പ്രസാധകാലയങ്ങൾക്ക് അയച്ചു കൊടുത്ത് അത് പ്രിൻ്റ് ചെയ്യാൻ എത്ര കാശ് വേണോ അത്രയും ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു, വേണമെങ്കിൽ ഡൊണേഷനും തരാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കുന്ന കാലമാണ് ഇപ്പോൾ.
ആ കാലത്ത് വേറിട്ടതായിരിക്കുക എന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. എനിക്ക് താഹയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു വിശദീകരണം ഈ കാലത്ത് വളരെ വ്യത്യസ്തമായ രൂപത്തിൽ വാഴ്ത്തപ്പെടാത്ത ആളുകളെ, വാഴ്ത്തപ്പെടേണ്ടവരും വാഴ്ത്തപ്പെടാത്തവരുമായ ആ ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് എഴുതണം. അതുതന്നെ ഒരു സർഗാത്മക, ഒരു സർഗസാഹിത്യ രൂപത്തിൽ എഴുതണം എന്ന് എങ്ങനെയാണ് നിങ്ങളിലേക്ക് അങ്ങനെ ഒരു ആശയം വന്നത് എന്നും അതെങ്ങനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നും, വിജയിപ്പിച്ചെടുക്കുന്നതിൽ പ്രസാധകരും അതേപോലെ പ്രസിദ്ധീകരണങ്ങളൊക്കെ സഹായിക്കണമല്ലോ, അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നൊന്ന് വിശദീകരിച്ചാൽ സന്തോഷമായിരുന്നു. അത് വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. തീർച്ചയായും എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യമാണെങ്കിലും അതിൽ നമ്മൾ വ്യത്യസ്തരായ മനുഷ്യരെ കാണുക എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന വ്യത്യസ്തത എന്ന് പറയും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകും കുറേ വ്യത്യസ്തരായ മനുഷ്യർ. നമ്മുടെ ഉമ്മ വ്യത്യസ്തമായ ഒരാളായിരിക്കും, നമ്മുടെ ഉപ്പ വ്യത്യസ്ത ആളായിരിക്കും. എൻ്റെ നാട്ടിൻ പുറത്ത് ഞാൻ കണ്ട ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഖദീത്തുമ്മയാണ്. ഖദീത്തുമ്മയുടെ ജീവചരിത്രം ആരും എഴുതിയിട്ടില്ല. കുട്ടിക്കാലത്ത് ഈ 70കളിൽ 80കളിലും ഗൾഫ് ബൂം വരുന്ന സമയത്ത് മാടായിലുള്ള നാട്ടിൻ പുറത്ത് ഫോറിൻ കച്ചവടം ചെയ്തത് ഒരു സ്ത്രീയാണ്. വീട്ടിലേക്ക് അത്തർ കുപ്പി, പഴയ കുപ്പായങ്ങൾ ഇട്ട മനുഷ്യരുടെ ഇടയിലേക്ക് ചൈനീസ് സിൽക്ക് സാരിയുമായിട്ട് ഈ ഖദീത്തുമ്മ പോകും. പുരുഷന്മാർ ചെയ്യുന്ന ആ കാലത്ത് ബോംബെയിലൂടെയൊക്കെ ഗൾഫിലുള്ള സാധനങ്ങൾ കയറ്റി വിട്ട് ഇവിടെ അതിന് വലിയ മാർക്കറ്റ് ഉണ്ടാകുന്ന ഒരു സമയം വരുന്നതിന് മുമ്പേ നമ്മുടെ നാട്ടിൽ ഈ ഖദീത്തു എന്ന് പറയുന്ന സ്ത്രീ കച്ചവടം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ സ്ത്രീക്ക് അന്ന് അങ്ങനെയുള്ളൊരു ധൈര്യം കിട്ടുന്നു എന്നുള്ളതാണ്. വ്യാപാരം ചെയ്യുന്ന സ്ത്രീകളെന്ന് പറയുന്നത് കോഴിക്കോടായാലും കണ്ണൂരായാലും ഒട്ടും അത്ഭുതകരമായ ഒരു കാര്യമല്ല. കൃഷി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ എന്താണ് നിങ്ങളുടെ ജീവിതമെന്ന് നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ജാതിപ്പേര് കൊണ്ട് ടീച്ചർ ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന സുലോചന ടീച്ചർ, അടിയാറ് ടീച്ചർ എന്നുള്ള പേര്, വിളിപ്പേര് കൊണ്ട്, തൻ്റെ ജാതിപ്പേര് കൊണ്ട് ഇനി സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ച് കൊയർ ടീച്ചറായിരുന്നു. കേളപ്പൻ്റെയൊക്കെ ശിഷ്യയായിരുന്നു. കോഴിക്കോട് വന്ന് വിദ്യാഭ്യാസം നേടിയ സ്ത്രീയാണ് ആ കാലത്ത്. എന്നിട്ട് ഈ സ്ത്രീ ജോലി രാജിവെച്ചിട്ട് കൽപ്പണിക്ക് പോകുന്നത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത ഒരു സ്റ്റോപ്പിലാണ്. അടിയാറ് ടീച്ചറുടെ ജീവിതം കേൾക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ലാതെ ഉരുകിപ്പോകും. കാരണം നിന്ദിതരും പീഡിതരുമായ മനുഷ്യരെക്കുറിച്ച് നമ്മൾ നോവലുകളിൽ വായിക്കും. പക്ഷെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ട് ഒരുപാട് ജീവിതത്തിൻ്റെ അടിത്തട്ട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യരെന്നും അവരുടെ ജീവിതം കേൾക്കേണ്ടത്, അല്ലെങ്കിൽ വായനക്കാരെ കേൾപ്പിക്കേണ്ടത് ഒരു എഴുത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ യാദൃച്ഛികമായിട്ട് ഓർക്കുകയാണ്. ഇപ്പോൾ നൗഷാദ് പറയുകയുണ്ടായി ബാഗ്ദാദിൻ്റെ കാര്യം. ബാഗ്ദാദിൽ നിന്ന് ഇമാം ഗസാലി പോകുന്ന ആ സമയത്താണ് അവിടേക്ക് വെളിച്ചത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ പുതിയ വെളിച്ചവുമായിട്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയൊക്കെ വരുന്നത്. അതിന് തുടർച്ചയായിട്ട് ജലാലുദ്ദീൻ റൂമി വേറൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ജലാലുദ്ദീൻ റൂമിയുടെ ചിന്തയിൽ അങ്ങേയറ്റം സ്വാധീനം ചെലുത്തിയ ഒരാളാണ്, തീർച്ചയായും നിങ്ങൾക്കറിയും, ഷംസ് തബരീസ്. ഷംസ് തബരീസ് ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ അറിവുകൾ ഉൾക്കൊള്ളുന്ന ഒരു ശിഷ്യനെ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് അദ്ദേഹം റോമിലേക്ക് പോവുകയാണ്. ഷംസ് തബരീസ് അവിടെ ഒരു 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 കച്ചവടക്കാരനായിട്ട്, ശർക്കര വിൽക്കുന്ന ഒരാളായിട്ട് ജീവിച്ചിരിക്കുമ്പോഴാണ് അതിലൂടെ റൂമി തൻ്റെ ശിഷ്യന്മാരുമായിട്ട് വരുന്നത്. റൂമിയെ കണ്ടപ്പോൾ ഷംസ് തബരീസ് ചോദിക്കുന്നുണ്ട്, എന്താണ് അറിവിൻ്റെ ലക്ഷ്യം?
വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്നും ഒരുപക്ഷെ ഇവിടെ നിന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അതായിരിക്കും, എന്താണ് അറിവിൻ്റെ ലക്ഷ്യം എന്ന്. ജലാലുദ്ദീൻ റൂമി പറഞ്ഞ മറുപടി, ശരീഅത്തിൻ്റെ നിയമം അനുസരിക്കൽ, അതാണ് അറിവിൻ്റെ ലക്ഷ്യം. അപ്പോൾ ശംസ് തബരീസ് തിരുത്തുന്നു, അറിവിൻ്റെ ലക്ഷ്യം അറിയപ്പെട്ട ഇടത്തിലേക്ക്, അറിയപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തിച്ചേരലാണ് അറിവിൻ്റെ ലക്ഷ്യമെന്ന് ശംസ് തബരീസ് റൂമിയെ തിരുത്തുന്നു. റൂമി എന്ന് പറയുന്ന ഉജ്ജ്വലനായ ഒരു കവിയെ സാധ്യമാക്കിയത് ഒരുപക്ഷെ നിത്യപ്രചോദനം നിറഞ്ഞ കവിതകളിലൂടെ ചിന്തകളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു നിത്യഹരിത റൂമി രൂപപ്പെടുന്നത് ശംസ് തബരീസിൻ്റെ ഈ ചോദ്യത്തിൽ നിന്നും ഉത്തരത്തിൽ നിന്നുമാണ്. അങ്ങനെയാണ് ശംസ് തബരീസ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ചരിത്രമാണ്, ഇതിൽ പുതുതായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ അറിയുന്ന കാര്യത്തിലേക്ക്, അറിയപ്പെട്ട കാര്യത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത്, അറിയപ്പെട്ട കാര്യങ്ങൾ ആരും രേഖപ്പെടുത്താത്ത ഒരു സന്ദർഭം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ കാര്യങ്ങളുണ്ട്, ചരിത്രത്തിൽ ഈ മനുഷ്യരെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ട്, ചരിത്രത്തിൽ ഈ മനുഷ്യരെല്ലാം പൊടിപടലങ്ങളായി അവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാം, പക്ഷേ ആരും അത് രേഖപ്പെടുത്തുന്നില്ല. അതുപോലെ അറിയപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ചോദ്യമാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. എഴുത്തുകാരെന്നുള്ള നിലയിലല്ല, വായനക്കാർ എന്നുള്ള നിലയിലല്ല, ഓരോ മനുഷ്യരും എത്തിച്ചേരേണ്ട ഇടത്തെക്കുറിച്ചിട്ടുള്ള സന്ദേഹങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് റൂമിക്ക് പ്രണയത്തെക്കുറിച്ച്, എഴുത്തിൻ്റെ ശരീരശാസ്ത്രം എന്നുള്ളതാണ് ഈ വിഷയം, പ്രണയത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് എഴുതാൻ പറ്റിയത്. പ്രണയം പാപമാണെങ്കിൽ എത്ര വിശുദ്ധമായ പാപം എന്ന് റൂമിക്ക് എഴുതാൻ സാധിച്ചത് അതാണ്. പ്രണയം പാപമാണെങ്കിൽ എത്ര വിശുദ്ധമായ പാപം എന്നെഴുതിയത് മഹാനായ റൂമി ആണ്. അപ്പോൾ എഴുത്തുകാരൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ സാമ്പ്രദായികമായിട്ടുള്ള ഒരു ചോദ്യത്തെ എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നു. നമുക്ക് തെറിയിട്ടുമായിരിക്കും, നമ്മൾക്ക് പൊങ്കാലിടുമായിരിക്കും, താഹ ആടായി മാടായി എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ നമ്മൾ മനുഷ്യരുടെ ശബ്ദങ്ങളെ, അറിയപ്പെടാത്ത മനുഷ്യരുടെ ശബ്ദങ്ങളെ സമൂഹത്തെ കേൾപ്പിക്കുമ്പോഴാണ് അത് ഓർമ്മകൾ കൊണ്ടുള്ള പ്രതിരോധമായിട്ട് വരുന്നത്. ഓർമ്മകൾ കൊണ്ടാണ് നമുക്ക് ഈ ചരിത്രത്തെ, എഴുത്തിനെ, വായനയെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാൻ സാധിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമുക്ക് ഇത്തരം ജ്ഞാനത്തിൻ്റെ സദസ്സുകൾ ഉണ്ടാവുക. തുറസായി സംസാരിക്കുന്ന ഇടങ്ങളിലാണ് ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ആശയങ്ങളും ഏറ്റവും മനോഹരമായ സ്വാതന്ത്ര്യവും ഏറ്റവും മനോഹരവും ഉജ്ജ്വലവുമായിട്ടുള്ള മനുഷ്യത്വവും ഉണ്ടായിരിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുത്ത് രൂപപ്പെടുന്നതിൻ്റെ ആ പ്രോസസ്സ്, അതിൻ്റെ കെമിസ്ട്രിയാണ് ഇപ്പോൾ താഹമാടായി നമ്മോട് അവതരിപ്പിച്ചത്. ശരിക്കും മൾബറിയിലൂടെ പ്രത്യേകിച്ച് പുസ്തകം പ്രസിദ്ധീകരിച്ച് മരിച്ചുപോയി എന്ന് പറയാൻ പറ്റുന്ന ഒരു ജീവിത്യാഗം നടത്തിയ ഷെൽവിയോടൊപ്പം പ്രവർത്തിച്ച ഒരാളാണ് നൗഷാദ് ഖാൻ. ആ കാലത്തെയും ആ കാലത്ത് അതിജീവിച്ച കഥയും പറഞ്ഞാൽ കുറച്ചുകൂടി സന്തോഷം. അതെ, നമ്മൾ പുസ്തകത്തെ പറ്റി സംസാരിക്കുമ്പോൾ മലയാളത്തിലെ പുസ്തക പ്രസാധക ചരിത്രം വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേരാണ് ഷെൽവി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഷെൽവി രാജൻ എന്നാണ്. അവർ ഗുരുവായൂർ ഒരുമനയൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം ഒരു മോഹൻദാസ്, അവർ രണ്ടാളും ചേർന്നിട്ട് 1980കളിൽ ഗുരുവായൂർ, ആ കാലം എന്ന് പറയുന്നത് കേരളത്തിൽ ഈ നക്സൽ പ്രസ്ഥാനമൊക്കെ സജീവമായി. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ സാംസ്കാരിക രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. ആ ഭാഗമായിട്ട് കേരളത്തിൽ സംഭവിച്ച വലിയൊരു മാറ്റം ലിറ്റിൽ മാഗസിൻസ് ഉണ്ടായി. ഒരുപാട് ലിറ്റിൽ മാഗസിൻസ് നിങ്ങൾക്കറിയാം. സച്ചിദാനന്ദൻ്റെ അതിൽ മലയാളത്തിൽ ആദ്യം എം ഗോവിന്ദൻ്റെ ഗോപുരം എന്നുള്ള മാസികയാണ് ആദ്യം ഉണ്ടാകും. പിന്നെ സമീക്ഷ ഉണ്ടാകുന്നു. അതിനുശേഷം കേരളത്തിൽ സച്ചിദാനന്ദൻ്റെ ഇതിൽ ജ്വാല ഉണ്ടാകുന്നു, ഉത്തരം ഉണ്ടാകുന്നു, കെ എൻ ഷാജിയുടെ സംക്രമണം ഉണ്ടാകുന്നു.
അങ്ങനെ ഒരുപാട് ആ ഒരു ധാര. അപ്പോൾ ആ ലിറ്റിൽ മാഗസിൻ എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ അതുവരെ ഈ പറഞ്ഞ പോലെ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള മാറി നിൽക്കുന്ന, ഉദാഹരണമായിട്ട് അതിൻ്റെ മാറി നിൽക്കുന്ന വിഷയങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ നിർമ്മിതിയും വേറെയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്നത്തെ പ്രസക്തി എന്നൊക്കെ പറഞ്ഞ മാസികയുണ്ട്. അത് വേറെ രീതിയിലുള്ള ലേഔട്ടിൽ, വേറെ രീതിയിലുള്ള അതിൻ്റെ ഇതിലാണ് പുറത്തു വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച പോലെയാണ് ഈ ഷെൽവിയും ഈ മോഹൻദാസും കൂടി ഗുരുവായൂർ ആസ്ഥാനമാക്കിയിട്ട് ശിഖ എന്നൊരു പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങി. അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, അവരുടെ ആദ്യത്തെ പുസ്തകം ബ്രഹറ്റിൻ്റെ ഒരു പുസ്തകം, ഒരു നാടകമായിരുന്നു. സെർസാനിലെ നല്ല സ്ത്രീ എന്ന് പറഞ്ഞിട്ടൊരു നാടകമായിരുന്നു. ഇവർ രണ്ടാമത്തെ പുസ്തകം 1984 ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസിൻ്റെ കഥകളായിരുന്നു. അതിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ആ ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസിൻ്റെ ആദ്യത്തെ പുസ്തകമാണത് മലയാളത്തിൽ വരുന്നത്. അതുമാത്രമല്ല, അത് നോബൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞ് അടുത്ത വർഷമോ മറ്റോ ആണ് മലയാളത്തിൽ വരുന്നത്. അപ്പോൾ ഒരു പബ്ലിഷിംഗ് ഹൗസിൻ്റെ അവരുടെ ഒരു തിങ്കിങ്ങിൻ്റെ ഒരു വലുപ്പം നോക്കൂ. അവരത് ഇറക്കി. പിന്നെ ധാരാളം പരിഭാഷാ പുസ്തകങ്ങൾ, കാഫ്കയുടെ പുസ്തകം, അതുകൂടാതെ മലയാളത്തിൽ നിന്ന് കുഞ്ഞുണ്ണി മാഷിയുടെ ആത്മകഥ എന്നിലൂടെ, കഥ പട്ടത്തുവിള എന്ന് പറഞ്ഞാൽ 2 പുസ്തകം ഇറക്കിയവർ. അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം, അന്നൊക്കെ അവർ പുസ്തകം ഒരു തോൾസഞ്ചിയിൽ എടുത്തിട്ട് കേരളത്തിൽ മുഴുവൻ ഇവർ രണ്ടാളും നടക്കും, എല്ലാ സ്ഥലത്തും നടന്നു പോയിട്ടാണ് വെക്കുന്നത്. ഇത് നന്നായിട്ട് സ്വീകരിക്കപ്പെട്ടു. ഈ ശിഖ പബ്ലിഷിംഗ് ഹൗസ് സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആർട്സ് കോളേജിൽ വരുമ്പോൾ അവിടെ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടു. ഡെയ്സി എന്നാണ് പേര്. അപ്പോൾ ഈ ഡെയ്സി നല്ല വായനക്കാരിയാണ്. ഡെയ്സി ഒരു പട്ടത്തുവിളയുടെ കഥാസമാഹാരം ചോദിച്ചു. ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ശിഖയിൽ നിന്ന് വിട്ടിട്ട് ഷെൽവി 1985 കോഴിക്കോട് മൾബറി തുടങ്ങി. മൾബറി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടാവും. മിഠായി തെരുവിൻ്റെ ഉള്ളിൽ രാധാ തിയേറ്റർ ഉണ്ട്. മിഠായി തെരുവിൻ്റെ ഉള്ളിലാണ് രാധാ തിയേറ്റർ. രാധാ തിയേറ്ററിൻ്റെ സൈഡിൽ ആര്യഭവൻ എന്നൊരു ഹോട്ടലുണ്ട്. അതിൻ്റെ 25-ാം നമ്പർ മുറിയിലാണ് 1985 മൾബറി തുടങ്ങുന്നത്. മൾബറി തുടങ്ങി ആദ്യത്തെ പുസ്തകം 3-ാം ലോക കഥ എന്ന് പറഞ്ഞ പുസ്തകമായിരുന്നു. അതിനുശേഷം കൂടുതലും പരിഭാഷാ പുസ്തകങ്ങളും ആന്തോളജികളൊക്കെയാണ് ഇറക്കിയിരുന്നത്. 18 വർഷം ഷെൽവി മലയാളത്തിൽ പുസ്തകം ഇറക്കി. 2003 അദ്ദേഹം സ്വയം ജീവിതം അവസാനിപ്പിച്ചു. ഇതാണ് മൾബറിയുടെ ഹിസ്റ്ററി. പക്ഷേ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, മൾബറി എങ്ങനെ മാറ്റി മലയാള പുസ്തകം എന്ന് വെച്ചാൽ, ചെറിയൊരു ഖാനം മാത്രം പറഞ്ഞാൽ വ്യക്തമാവും. അന്ന് SPCS എന്ന് പറഞ്ഞാൽ NBSഉം DC ബുക്സും മാത്രമേ മലയാളത്തിൽ വലിയ പബ്ലിഷിംഗ് ഹൗസുകളുള്ളൂ. പിന്നെ കോഴിക്കോട് TBS ഒക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. പിന്നെ PK ബ്രദേഴ്സ്, KR ബ്രദേഴ്സ് പോലുള്ള പബ്ലിഷിംഗ് ഹൗസുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ കരണ്ടോണൊക്കെ ഉണ്ട്. ഈ ഒരു ചെറിയ 25-ാം നമ്പർ മുറിയിലിരുന്നിട്ട്, ഇപ്പം നിങ്ങൾ പോകുമ്പം കുണ്ടായത്തോട് കാണും ഗീതാഞ്ജലി പ്രസ് എന്ന് കണ്ടിട്ടുണ്ടാവും. ഈ ഗീതാഞ്ജലി പ്രസ് അന്ന് പ്രിൻറ്റോഗ്രാഫ്സ് എന്ന് പറഞ്ഞ ലെറ്റർ പ്രസ്സാണ്. ആ ലെറ്റർ പ്രസ്സിൽ നിന്നാണ് ഈ മനുഷ്യൻ പോയിട്ട് ഈ പുസ്തകങ്ങൾ ഉണ്ടാക്കുന്നത്. അത് പിന്നെ ഗീതാഞ്ജലി പ്രസ് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് മൾബറിയാണ്. എനിക്കിപ്പോഴും അറിയാം. ഞാൻ ഈ പൂങ്കാവനം മാസിക അല്ലേ കാലത്ത്, പൂങ്കാവനം മാസിക തുടക്കകാലത്ത് അതിൻ്റെ എഡിറ്റർ ചെയ്യുന്നത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. ഇപ്പോൾ ശിഹാബുദ്ദീൻ്റെ കൂടെ ഈ പൂങ്കാവനം, അന്ന് OM തരുവണ ആണ് അതിൻ്റെ മാനേജർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് ഹുസൈൻ രണ്ടത്താണിയുടെ പുസ്തകം, അതേപോലെ എനിക്ക് അന്ന് ഒരു സുഹൃത്തുണ്ട് ഉസ്മാൻ മൂത്തേടം എന്ന് പറഞ്ഞിട്ട്, അന്നൊരു കുസുമം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ലിറ്റിൽ ഒരു ബാലപ്രസിദ്ധീകരണമുണ്ട്. അത് ഉസ്മാൻ മൂത്തേടത്തിനൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരങ്ങളവിടെ പോകുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ പുസ്തകങ്ങൾ ആ മുറിയിൽ തന്നെ എനിക്ക് അട്ടിയിട്ടുണ്ടാവുക. ഈ പുസ്തകങ്ങൾ അതിൻ്റെ സൈഡിലാണ് ശിഹാബുദ്ദീൻ കിടക്കുക. ശിഹാബുദ്ദീൻ അന്ന് അവിടെ രാത്രി അവിടെ താമസിക്കുക. അപ്പം പകലുള്ള മുറിയിൽ തന്നെ ഞാനും കിടന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഈ പുസ്തകത്തിൻ്റെ ആ കോപ്പി എടുത്തിട്ട്, ഈ പുസ്തകത്തിൻ്റെ മാറ്റർ എടുത്തിട്ട് നേരെ ഗീതാഞ്ജലിയിലേക്കാണ് പോവുക. ഗീതാഞ്ജലി പോയിട്ട് പറയണം, ആ മൾബറിയിൽ അടിക്കണം അതേപോലെ അടിച്ചു തരണം കേട്ടോ. അന്ന് അതൊരു ഇതല്ല, എത്രമാത്രം ഭംഗിയുള്ള പുസ്തകങ്ങളായിരുന്നു ഷെൽവി ഇറക്കിക്കൊണ്ടിരുന്നത്. ഒരു ചെറിയ 25-ാം നമ്പർ മുറിയിലിരുന്നിട്ട്. അത് പിന്നീട് വലിയ ഇതായി കക്ഷിക്ക്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൻ്റെ ഭംഗി ഉണ്ടാക്കുക, അതിൻ്റെ സൗന്ദര്യത്തിലാണ് കക്ഷിക്ക് താല്പര്യം. വിൽപ്പന എന്നുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ചിലരുണ്ടല്ലോ, ഇത് കച്ചവടമാണല്ലോ, ബേസിക് കച്ചവടമാണല്ലോ, ഇത് കച്ചവടം നടത്താൻ അറിയില്ല. ഇപ്പോൾ ഒരുപാട് കടം വന്നു, പിന്നെ കക്ഷിക്ക് അസുഖം വന്നു, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഡിപ്രഷനിലേക്ക് പോയിട്ടാണ് കക്ഷി ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ 2 കൊല്ലം കക്ഷിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ അദ്ദേഹത്തിന് പുസ്തകത്തിനോടുള്ളൊരു ഇത് മാത്രം പറയാം, ആ മനുഷ്യനെ മനസ്സിലാക്കാൻ ചെറിയൊരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഗീതാഞ്ജലിയിൽ നിന്ന് പുസ്തകം വരും. ഞങ്ങൾ കുറച്ച് ആൾക്കാരല്ല, ഒരു മുറിയാണ്. ആ മുറിയിനുള്ളിൽ വലിയൊരു മേശൻ്റെ അടുത്ത് അതേ ഇരിക്കും. ഈ മേശൻ്റെ സൈഡിൽ ഞാനിരിക്കും, അപ്പുറത്ത് 2 ആളും. ചെറിയൊരു മുറിയാണ്. അപ്പം പുസ്തകം വരും. ഗീതാഞ്ജലിയിൽ നിന്ന് പുസ്തകം വന്നു കഴിഞ്ഞാൽ കെട്ട് വരും. അതിൻ്റെ കൂടെ ഒരു കെട്ടുണ്ടാവും, ഒരു 10ൻ്റെ കെട്ട് വേറെ ഉണ്ടാവും. ആ പുസ്തകം വന്ന് മേശപ്പുറത്ത് ഇങ്ങനെ അയാൾ വെച്ചിട്ട് പോവും. കക്ഷി ആ പുസ്തകത്തിൻ്റെ കെട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കും. നോക്കി നിന്നിട്ട്
ഒരു സിഗരറ്റിന് തീ കൊളുത്തും. സിഗരറ്റ് വലിച്ച് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ ഒഴിയും കുറച്ച് നേരം. ഒഴിച്ചിട്ട് മണത്ത് നോക്കും, ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് ഇങ്ങനെ തുറന്നു നോക്കി കുറച്ച് നേരം മണത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കും ഇങ്ങനെ. അപ്പോൾ അത് പെർഫെക്റ്റ് ആണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ അത് കക്ഷി നോക്കുന്നത് എന്താ വെച്ചാൽ, കക്ഷി അന്ന് പ്രിൻറ്റിങ്ങിന് കൊടുത്തപ്പം ഉണ്ടായിരുന്ന കളറ്, അതിൻ്റെ സ്പേസിങ് ഒക്കെ കറക്റ്റായിട്ട് പ്രസ്സിന്ന് വന്നിട്ടുണ്ടോയെന്നായി നോക്കുന്നത്. ചിലപ്പം പുസ്തകം അവിടെ ഇട്ട് ഒരൊറ്റ ഓട്ടാ പുറത്തേക്ക് ഓടുന്നത് എങ്ങോട്ടാ വെച്ചാൽ, അന്ന് ഈ മൊബൈലൊന്നുമില്ല. ആര്യഭവൻ്റെ റിസപ്ഷനിൽ പോയിട്ട് പ്രസ്സിലേക്ക് വിളിക്കുക, വിജയേട്ടാ ഒരു വിളിയാ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, ആ പച്ച കറക്റ്റായിട്ട് വന്നിട്ടില്ല, ഇവിടെ കേൾക്കാതെ ഞങ്ങൾക്ക്, ഞങ്ങളിങ്ങനെ വിറയ്ക്കും, ഇവിടെ കേൾക്കൂ, ആ പച്ച ശരിക്കും വന്നിട്ടില്ലല്ലോ, നിങ്ങൾ എന്ത്, ഞാൻ മറ്റേ പച്ചയല്ലേ ഇട്ടത്, ഈ മെജൻ്റെ ശരി, അങ്ങനെ ഭയങ്കര ചീത്തയാണ്, വിറയ്ക്കും കിടന്ന് കഴിച്ച്. അതേസമയം ആ പ്രൊഡക്ഷൻ ഗംഭീരമായി കഴിഞ്ഞാൽ പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ നോക്കണമെന്ന് പറഞ്ഞിങ്ങനെ ഇട്ട് തരും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ പുസ്തകം അങ്ങോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അത് ആദ്യകാലത്ത് സംഭവം. പിന്നീട് ധാരാളം പുസ്തകം വരുമ്പോൾ അതിൻ്റെ രീതിയൊക്കെ മാറി. എന്നിട്ട് കക്ഷി ആ സിഗരറ്റ് വലിച്ചിട്ടൊരു എന്താ പറയുക, എന്തൊക്കെയോ പിടിച്ചടക്കിയ ഒരാളെ മാതിരി ഇങ്ങനെ നിൽക്കും. അതായത് ഒരു പുസ്തകത്തിൽ ജനിച്ച് പുസ്തകത്തിൽ മരിച്ചൊരു മനുഷ്യൻ, പുസ്തകത്തിനോട് ഇത്രമാത്രം പ്രണയം തന്നെ പറയാം, പുസ്തകങ്ങളോട് ഇത്രമാത്രം പ്രണയം ഉണ്ടായിരുന്ന ഒരാൾ വേറില്ല. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളെ. ഇനി അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല, കാരണം അത് അങ്ങനെയാണ് അയാൾ വന്നത്. പക്ഷേ അയാൾക്ക് ഇത് എഫോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ കച്ചവടം എന്നുള്ള സാധനത്തിനോട് ഏറ്റുമുട്ടിയപ്പം പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ, കൂടെ ഉണ്ടായിരുന്ന പലരും വിട്ടുപോയി. പിന്നെ ഇത് മാറി, ഈ നേരിട്ട് കൊണ്ടുപോയി വിൽക്കുക എന്നുള്ള സിസ്റ്റം മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് VPP ഒക്കെ ആയിട്ട് അയക്കുന്ന സിസ്റ്റമൊക്കെ, VPP അറിയില്ല, അതൊക്കെ അയക്കും. പക്ഷെ ചിലർക്ക് മടങ്ങി വരും. പിന്നെ വേറൊരു സാധനം പറ്റുന്നതെന്ന് വെച്ചാൽ, കക്ഷിക്ക് അതിൻ്റെ ശ്രദ്ധ കുറയാൻ തുടങ്ങി. ഇങ്ങനെ പല ഇഷ്യൂസ് കാരണം ചില പുസ്തകങ്ങളുടെയൊക്കെ ക്വാളിറ്റീസിലൊക്കെ പ്രശ്നം വന്നു. പിന്നെ പ്രധാന പ്രശ്നം സെൽഫ് പബ്ലിഷിങ് തുടങ്ങി. അതേപോലെ തന്നെ ഫണ്ട് വാങ്ങിയിട്ട് ഗൾഫിലൊക്കെ ഉള്ള ചില എഴുത്തുകാരുടെ പുസ്തകം, അപ്പോൾ ആ വിശ്വാസ്യതയിലും ചില ഇടിവുപറ്റി. ഇതൊക്കെ പറയുമ്പോഴും നമ്മളിപ്പോൾ ഓർക്കേണ്ട കാര്യം, മലയാളത്തിൽ KG ശങ്കരപ്പിള്ളയുടെ ആദ്യത്തെ പുസ്തകം മൾബറിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. വിജയലക്ഷ്മിയുടെ ആദ്യത്തെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് മൾബറിയാണ്. എന്തിന്? ബെന്യാമിൻ്റെ ആദ്യത്തെ പുസ്തകം, ബെന്യാമിൻ്റെ 2 പുസ്തകം, യുദ്ധനേസിയും പെൺമാറാട്ടവും, 2 പുസ്തകവും മൾബറിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതേപോലെ വിജയലക്ഷ്മി, VS അനിൽകുമാർ, എത്രയോ ആളുകൾ. അതേപോലെ നമ്മളിന്ന് പിന്നെ P സുരേന്ദ്രൻ്റെ ആദ്യത്തെ പുസ്തകം. പിന്നെ എനിക്കറിയാം മലയാളത്തിലെ MT വാസുദേവൻ നായർ, T പത്മനാഭൻ, ഇവരെയൊക്കെ പുസ്തകങ്ങൾ അവർ മോഹിച്ചിട്ടുണ്ട് ഈ മൾബറി ഒരു പുസ്തകം ഇറക്കി കാണണം. അത്ര ഭംഗിയായിട്ടാണ് പുസ്തകം ഇറക്കുക. ഇപ്പോഴും എന്താ പറയുക, കോഴിക്കോടൊക്കെ തേടി ചെന്ന് കഴിഞ്ഞാൽ, സെക്കൻഡ് ബുക്ക് ഷോപ്പിലൊക്കെ തേടി ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പോകുമ്പോൾ ചോദിക്കും, മൾബറി പുസ്തകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കോപ്പി തരണമെന്നറിയാം. എവിടെയും കിട്ടില്ല നിങ്ങൾക്ക് പുസ്തകം. ഒരു മൾബറി പുസ്തകവും ഒരാളും എടുത്തിട്ട് എന്താ പറയുക, വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ഇതിനോ സെക്കൻഡ് ബുക്ക് ഷോപ്പിലൊന്നും പോയാൽ നിങ്ങൾക്ക് കിട്ടൂല പുസ്തകം. കാരണം അത്രയും അമൂല്യമായ പുസ്തകങ്ങളായിരുന്നു അദ്ദേഹം നിർമ്മിച്ചത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇന്നുണ്ടായിരുന്നെങ്കിൽ, ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഞാൻ താഹയോടൊക്കെ പറയും, ഇന്നിപ്പോൾ ഷെൽവി ഉണ്ടായിരുന്നെങ്കിൽ ഈ എന്താ പറയുക, ഈ POD ബുക്ക്, ബുക്ക് അതിലൊക്കെ അയാൾ എന്തായിരുന്നു അയാൾ സൃഷ്ടിക്കാൻ പോകണം. AI കാലമാണ് വരുന്നത്. AI കാലത്തെ പബ്ലിഷിങ് എന്തായിരിക്കും അദ്ദേഹം സൃഷ്ടിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ പോലെ അല്ല, ഞാൻ പറയാൻ വന്നത് DC ബുക്സിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ DC കിഴക്കേമുറി മീറ്റിങ്ങിൻ്റെ ഇടയിൽ മൾബറിയുടെ ആ സമയത്ത് വന്ന്, എനിക്ക് തോന്നുന്നത് ജീവിതാസക്തിയാണ്, എർവിങ് സ്റ്റോണിൻ്റെ ജീവിതാസക്തിൻ്റെ എഡിഷനാണ് വന്നത്. അതിങ്ങനെ മേശപ്പുറത്ത് കേട്ടിട്ട് അവരെ മാനേജേഴ്സിനോട്, അവരുടെ ടീമുണ്ട്, പബ്ലിഷിംഗ് ടീമിനോട് ചോദിച്ചു, ഇത് മൾബറി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു 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 മുറിയിലിരുന്നിട്ടുണ്ടാക്കുന്ന പുസ്തകമാണ്. ഇയാൾക്ക് എന്താണ് ഉള്ളത്, നമുക്ക് എന്താണ് ഇല്ലാത്തത്, നിങ്ങളൊന്ന് പറയൂ. ഒരു വലിയ പബ്ലിഷിംഗ് ഹൗസിനെ എന്താ പറയുക, ആ രീതിയിൽ പ്രചോദിപ്പിക്കുക എന്ന് പറയുമ്പോൾ, പ്രചോദിപ്പിക്കുക എന്ന് തന്നെ, പേടിപ്പിക്കുകയല്ല, പ്രചോദിപ്പിച്ച വലിയൊരു പബ്ലിഷറായിരുന്നു ഷെൽവി. അടുത്തത് നമുക്ക് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ചില പേരുകളും തിരഞ്ഞെടുക്കുന്നിടത്ത് ഒരു നോവലിൻ്റെ പേര് മണ്ണിര എന്നാണ്. അതുപോലെ കുറേ ജീവികളുടെ പേര് ചേർത്തുകൊണ്ട് വേറൊരു പുസ്തകം ഇറക്കുക. ഇത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് നന്നാവും. സത്യത്തിൽ പേരിടുക എന്ന് പറയുന്നതൊരു വലിയ കാര്യമാണ്. കുഞ്ഞിന് പേരിടുന്ന പോലെ തന്നെയാണ് പുസ്തകത്തിന് പേരിടുന്നത്. ഞാൻ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു നോവലുകളിൽ ഒന്നായിട്ടുള്ള ഓറ്, മാതൃഭൂമി ബുക്സ് ഇറക്കിയ ഓറ് എന്നുള്ള നോവലിനാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. അത് നൗഷാദാണ് ഓറ് എന്നുള്ള ഒരു പേരിലേക്ക് എത്തിച്ചത് തന്നെ വേണമെങ്കിൽ.
ഓറ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മറ്റുള്ളവരെ ബഹുമാനപൂർവ്വം വിളിക്കും, സ്ത്രീകളെ വിളിക്കും ഓറ് എൻ്റെ ഓറാണ് എന്നുള്ള നിലയിൽ. ഒരു എഴുത്തിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് അത് രൂപപ്പെടുന്നത്? നമ്മൾ ഈ പുസ്തകം എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടൻറ്റ് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു കവറാണ് പുസ്തകത്തെ വായനക്കാരുടെ മുന്നിൽ നിർത്തുന്ന ഒരു സംഭവം. ഒരു പുസ്തകത്തിൻ്റെ മുഴുവൻ സംഭവവും ഈ കവറിലേക്ക് വരിക, ആ പേരിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് എഴുത്തുകാർ നടത്തുന്ന വളരെ ഏകാന്തമായ ഒരു അന്വേഷണം അതിൻ്റെ പിറകിലുണ്ട്. കുറേ കാലത്തെ ഇരിപ്പ് അതിൻ്റെ പിറകിലുണ്ട്. അതോടൊപ്പം ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് അന്യോന്യം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സംഭവം നമ്മൾ എഴുത്തുകാരാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു സംഭവം, നമ്മൾ അതിലൊരു വാക്ക് പോലും വെട്ടിമാറ്റൂല. ഞാൻ എഴുതുന്നതെല്ലാം അമൂല്യമാണ്, ഒരു കുത്തും കോമയും ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറയുന്ന എഴുത്തുകാരുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല. നമ്മളൊരു എഡിറ്ററെ വിശ്വസിക്കുക, പ്രസാധനത്തിൽ മുന്നിലിരിക്കും. ഇപ്പം സന്ദീപിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തേടും. ഒരുപക്ഷെ എന്നെ ഏറ്റവും വളരെയധികം, ഞാൻ എൻ്റെ സുഹൃത്തായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻ മാനേജർ ആയതുകൊണ്ടോ പറയുന്നതല്ല, എന്നെ വ്യക്തിപരമായി എൻ്റെ സർഗാത്മക ജീവിതത്തിൽ വളരെയധികം പ്രചോദിപ്പിച്ച ഒരു സുഹൃത്താണ് നൗഷാദ്. നൗഷാദിനോട് പല കാര്യങ്ങളും ചോദിക്കും, അത് അങ്ങനെയായാൽ നന്നാവില്ലേ, ഇങ്ങനെയായാൽ നന്നാവില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം നൗഷാദ് പറഞ്ഞൊരു രസമുള്ളൊരു സംഭവമുണ്ട്. ഒരു പുസ്തകം എഴുതി കഴിഞ്ഞ് അടുത്ത ടൈറ്റിലിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നൗഷാദ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ കടന്ന ഈ തോടിൻ്റെ കാര്യം വിട്ടുകളയാം, നീന്താനുള്ള, ഇനി മറികടക്കാനുള്ള അടുത്ത പുഴയെക്കുറിച്ചോ സമുദ്രത്തെക്കുറിച്ചോ ആലോചിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് ഈ മണ്ണിര ആയാലും ഓറ് ആയാലും, ഇപ്പം കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്നുള്ള പുസ്തകത്തിൽ ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചത് കണ്ടൽക്കാടുകൾക്കിടയിൽ ഒരു ജീവിതം, അല്ലെങ്കിൽ കണ്ടൽക്കാടുകൾക്കിടയിൽ ഒരു മനുഷ്യൻ, കണ്ടൽക്കാടുകൾക്കിടയിൽ പൊക്കുടൻ എന്നൊക്കെ പറഞ്ഞിട്ട് തഹാമാട എന്നുള്ള നിലയിൽ ടൈറ്റിലൊക്കെ കുറച്ച് ഒരു അത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആ എഴുതിയ ആളായിരിക്കും അതിലേക്ക് ഫോക്കസ് ചെയ്യാം. മറിച്ച് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ പൊക്കുടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും തന്നെയായിരിക്കും വായനക്കാരുടെ മുന്നിൽ നിൽക്കുക. അപ്പോൾ വായനക്കാരുടെ മുന്നിൽ എത്തിക്കുക എന്ന് പറയുന്നതാണ് എഴുത്തുകാരുടെ ഒരു വിജയം. അതെപ്പോഴും വിജയിക്കണമെന്നില്ല. ഒരു ടൈറ്റിൽ നമ്മൾ മനോഹരമാണ് എന്ന് കരുതുന്ന ടൈറ്റിലുകൾ കൊണ്ട് മാത്രം ഒരു പുസ്തകം വിജയിക്കണമെന്നില്ല. പക്ഷേ തീർച്ചയായും അത് ഒരു വലിയ ആലോചനയാണ്. നല്ല പുസ്തകങ്ങൾ മോശം ശീർഷകം കൊണ്ട് വായിക്കപ്പെടാതെ പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വ്യക്തിഗതമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അത് പ്രസാധകരുടെ ഭാഗത്തു നിന്നുള്ള സംഭവമുണ്ട്. ഇപ്പോൾ 1001 മലബാർ രാവുകൾ എന്ന് പറയുന്ന നോവലിന് ഞാൻ ആദ്യം കണ്ട പേര് മറ്റൊന്നായിരുന്നു. മാമുക്കോയക്ക അതിന് പറഞ്ഞ പേര് അഹമ്യം എന്നുള്ളതായിരുന്നു. കുറേ നിഗൂഢതകൾ ഉള്ളതുകൊണ്ട് മാമുക്കോയക്ക എന്നോട് പറഞ്ഞത് അതിന് അഹമ്യം എന്നുള്ള പേരിട്ടാൽ നന്നായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ മറ്റൊരു പേരാണ് കണ്ടത്. എന്നാൽ DC ബുക്സിലെ AV ശ്രീകുമാർ എന്ന് പറയുന്ന പബ്ലിക്കേഷൻ മാനേജർ, അവരുടെ എഡിറ്റോറിയൽ ലീഡറാണ് പറഞ്ഞത് 1001 മലബാർ രാവുകൾ എന്നുള്ള പേര് നന്നായിരിക്കും എന്ന് പറയുന്നത്. ഇങ്ങനെ ആലോചനകളിലൂടെ രൂപപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കുക. എഴുത്തിൻ്റെ സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ്. എഴുത്തിനെ മനസ്സിലാക്കുക, വായനക്കാരെ മനസ്സിലാക്കുക, പുസ്തകത്തെ മനസ്സിലാക്കുക. ഇത് വിൽക്കാനുള്ള സംഭവമാണ്, ഇത് വാങ്ങുന്ന ഒരാളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു തലത്തിലാണ് പുസ്തകം മാത്രമല്ല ഏത് പെട്ടിക്കച്ചവടവും വിജയിക്കുകയുള്ളൂ. ഈ ഒരു മനസ്സിലാക്കൽ എവിടെ പൂർണ്ണമാകുന്നുവോ അല്ലെങ്കിൽ എവിടെ അത് ശരിയായ രീതിയിൽ എത്തുന്നുവോ അവിടെ അത് വിജയിക്കുമായിരിക്കും എന്നാണ് ഒരു ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ചെറിയ അനുഭവജ്ഞാനമുള്ള എനിക്ക് പറയാൻ തോന്നുന്നത്. അടുത്തതായി നമുക്ക് ഈ റൗണ്ട് അവസാനിപ്പിക്കാം. സദസ്സിന് ചോദിക്കാം. അതിൻ്റെ മുമ്പ് നൗഷാദ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ, അഥവാ പാപ്പിയോണിൽ തുടങ്ങി നേരത്തെ മൾബറി, പിന്നെ പാപ്പിയോണ്, പിന്നെ ഒലിവ്, ഇപ്പം മാതൃഭൂമിയിലെത്തിയിരിക്കുന്ന ഒരു ശ്രേണിയുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് ചെറുങ്ങനെന്ന് പറഞ്ഞാൽ പാപ്പിയോണായിരിക്കും കൂടുതൽ പറയാനുണ്ടാവുക.
ഞാൻ ബ്രീഫ് ചെയ്തിട്ട് പറയാം. എന്താ അറിയോ, ഈ ഷെൽവിയുടെ ആത്മഹത്യ ഞാനന്ന് ഷെൽവിയുടെ കൂടെ 2 വർഷം ജോലി ചെയ്തിട്ട് പിന്നെ ഞാൻ സ്വന്തമായിട്ട് പാപ്പിയോൺ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ പരാമർശിച്ചു. പാപ്പിയോൺ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് വാക്കാണ്, പൂമ്പാറ്റ എന്നാണ് എൻ്റെ അർത്ഥം, ബട്ടർഫ്ലൈ. അത് ഫ്രഞ്ചിൽ നിങ്ങൾ ആ പുസ്തകം നിർബന്ധമായിട്ട് എല്ലാവരും വായിക്കണം. എന്താ പറയാൻ കാരണം, ഞാൻ ആ പുസ്തകത്തിൻ്റെ പേരിടാൻ കാരണം വെച്ചാൽ ഞാനിങ്ങനെ ആകെ അവിടെ നിന്ന് പുറത്തേക്ക് ഗൾഫിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ പുസ്തകം നമ്മുടെ കാനേഷ് പൂനൂർ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ പുസ്തകം, അത് എം എൻ കാരശ്ശേരിയുടെ പുസ്തകമാണ്. കാരശ്ശേരി മാഷ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അപ്പം കാരശ്ശേരി മാഷ ആ പുസ്തകം എടുത്ത് വായിക്കാൻ തന്നു. ആ പുസ്തകം വല്ലാത്ത പുസ്തകമായിരുന്നു. അതെന്ന് വെച്ചാൽ 25 വർഷം ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നു ചെയ്യാത്ത കുറ്റത്തിന്. ഹെൻറി ഷാരിയർ എന്ന് പറഞ്ഞ ഒരാൾ 25 വർഷം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നു, ഫ്രഞ്ച് ഗയാനയിൽ. അയാൾ അവിടെ ചെന്ന് കപ്പലിൽ അയാളെ ആ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അയാൾ മനസ്സിൽ ഉറപ്പിച്ചു, ഞാൻ ഈ ജയിലിൽ ചാടുന്നു. 25 വയസ്സേ ഉള്ളൂ അയാൾക്ക്. അപ്പോൾ അയാൾ അതിന് എഴുതി വാക്കെന്താ അറിയോ, കാറ്റിന് രക്ഷപ്പെടലിൻ്റെ മണം എന്ന് എഴുതി. അയാൾ ഉറപ്പിച്ചു, ഞാൻ 13 പ്രാവശ്യം കക്ഷി ജയിലിൽ കിടാൻ ശ്രമിച്ചു. 13 പ്രാവശ്യം. 13ാമത്തെ പ്രാവശ്യം വെനിസ്വേലയിലേക്ക് പോയി. വെനിസ്വേലയിൽ പോയിട്ട് അവിടെ രക്ഷപ്പെട്ട് അവിടെ ജീവിച്ചു. അവിടുന്ന് അപ്പം ഒരു പുസ്തകം, അയാൾ ഒരു ദിവസം ഒരു ബുക്ക് ഷോപ്പിൽ പോയപ്പോൾ ഒരു പുസ്തകം വായിച്ചു. അപ്പോൾ ഒരു സ്ത്രീൻ്റെ ആത്മകഥയാണ്, ഒരു ഒളിപ്പോരാളിയായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇയാളിത് വായിച്ചിട്ട് സ്വയം പറഞ്ഞ്, ഇതിനെക്കാട്ടി വലിയ അനുഭവം എനിക്കുണ്ടല്ലോ, ഞാനിത് എഴുതിയ അത് ബെസ്റ്റ്-സെല്ലറാണ്, അവിടെ ഭയങ്കര ബെസ്റ്റ്-സെല്ലറാണ് ഫ്രഞ്ചിൽ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, കുറേ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ഒന്നും ചെയ്തില്ല, ഈ മുഴുവനും എഴുതി. ഒരു 28 വലിയ പുസ്തകം ഇട്ടത്, ഒരു 19 നോട്ട്ബുക്ക് എഴുതിയിട്ട് അവിടുത്തെ വലിയൊരു പ്രസാധകനെ അയച്ചു കൊടുത്തു. അപ്പോൾ ആ പ്രസാധകൻ ഈ നോട്ട്ബുക്ക് കൂടി കണ്ടിട്ട് അയാൾക്ക് ഇതിൻ്റെ ആദ്യത്തെ പുസ്തകം വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു അപാര പുസ്തകമാണ്, ഭയങ്കര പുസ്തകമാണ്. മലയാളത്തിലുണ്ട്, ഒലീവ് ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഉള്ള കാലത്ത് പാപ്പിയോണ പബ്ലിഷ് ചെയ്ത്, അതിപ്പോൾ ഒലീവിലുണ്ട്. നിർബന്ധമായിരിക്കും. എന്താ പറയുക, അതൊരു കുറ്റവാളിയുടെ പുസ്തകമല്ല, അത് ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും, നമ്മളെ പ്രശ്നം. അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ ആലോചിക്കുക വെച്ചാൽ പാപ്പിയോൺ ഇതിലും വലിയ പ്രശ്നം നേരിട്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റുമോ പുസ്തകം? അപ്പോൾ ഈ പാപ്പിയോൺ എന്നുള്ള പേര് മാത്രമേ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ പാപ്പിയോൺ വായിച്ച് ഭയങ്കര ഇൻസ്പയർ ചെയ്തു. പിന്നെ മോമാലി എന്ന് പറഞ്ഞിപ്പം എൻ്റെ സുഹൃത്താണ് ഭയങ്കരമുള്ള, മോമാലിയും പൈസ തന്നു. ഞങ്ങളിത് തുടങ്ങിക്കഴിഞ്ഞ് 2003 ആകുമ്പോഴേക്ക് ഷെൽവിയുടെ ആത്മഹത്യ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും കടമുണ്ട്, ഇത് പബ്ലിഷ് എല്ലാ വ്യവസ്ഥത്തിനും. അപ്പോൾ കടങ്ങൾ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മോമലോട് പറഞ്ഞു ഇത് പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ്, നമ്മളിത് എന്താ ചെയ്യേണ്ടത് നിൽക്കുമ്പോഴാണ് അന്ന് ഡോക്ടർ എം കെ മുനീർ ഇന്ത്യ വിഷൻ തുടങ്ങിയ സമയമാണ്. അപ്പോൾ മുനീർ ഒരു ദിവസം എന്നെ വിളിപ്പിച്ചു, KT സൂപ്പി എന്നുള്ളൊരു സുഹൃത്ത് വഴി വിളിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പബ്ലിഷിങ് ഒലീവ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ബ്രീഫ് ചെയ്ത് പറയാം. അദ്ദേഹം അത് വാങ്ങി എൻ്റെ പാർട്ട്ണറെ പിരിച്ചു വിട്ടു. ഞാൻ ഒലീവിലായി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പിന്നീട് ഒലിപ്പിയോണായി എന്ന് പറയും. പാപ്പിയോൺ ഒലീവും കൂടി ഒലിപ്പിയോണായി എന്ന് പറയും. അപ്പം വേറൊരാൾ ഒളിവ് എന്ന് പറയും. ഈ ഒലീവ് എന്നുള്ളത് ഇംഗ്ലീഷിൽ ഒളിവ് എന്നാണ് വായിക്കുക ഇംഗ്ലീഷുകാർ, സായിപ്പ്. അപ്പോൾ വേറെ ഒളിവ് ജീവിതം എന്നും ഞാൻ പറയാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് കാലം ഒളിവ് ജീവിതം നയിച്ചപ്പോഴും ഒരു 5 വർഷത്തോളമൊക്കെ മുനീർ സാഹിബിൻ്റെ കൂടെ നല്ല വർഷമായിരുന്നു. സന്ദീപൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ചെയ്തു. അപ്പോഴാണ് മാതൃഭൂമിൻ്റെ ജോണി ചെയ്യുന്നു, മാതൃഭൂമിയുടെ ചാർജ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് ഒരു കോളൊന്ന് 15 വർഷമായി ഇപ്പോൾ ഞാൻ മാതൃഭൂമിയിൽ. അപ്പോൾ നമ്മൾ ഇപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇപ്പോൾ ഇവിടെ എന്തോ ഒരു സ്വാതന്ത്ര്യം വെച്ചാൽ നമുക്ക് സ്വപ്നം പോലെ ചിന്തിക്കാം പുസ്തകങ്ങൾ, നമ്മൾ സാമ്പത്തികമായ സംഭവങ്ങളെ കുറിച്ച്. മറ്റെന്താ പറയുക, നമ്മൾ തന്നെ പുസ്തകം ഉണ്ടാക്കണം, നമ്മൾ തന്നെ പോയിട്ട് പൈസ പിരിപ്പിക്കണം, നമ്മൾ തന്നെ ഇത് ചെയ്യണം. ഭയങ്കര ടെൻഷനാണ് അത്. കാരണം നേരത്തെ താഹ പറഞ്ഞ കാര്യം, മറ്റൊരാളുടെ കീശയിൽ കിടക്കുന്ന കാശ് നിങ്ങളെ കീശയിലേക്ക് എത്തിക്കുന്നതാണല്ലോ ബിസിനസ് എന്നറിയാം. ഇത് പക്ഷേ ഭയങ്കര കലയാണ്, അത് എല്ലാവർക്കും പറ്റില്ല. എൻ്റെ കൂടെ മൾബറിയിൽ ഉണ്ടായിരുന്ന ആളാണ് ലിബി പബ്ലിക്കേഷൻ്റെ അക്ബറിന് ഈ കല അതിമനോഹരമായി അറിയാമെന്നുള്ളതുകൊണ്ടാണ് അത് ഞാനും അക്ബറും കൂടിയിട്ട് ഇത് സന്ദീപനൊക്കെ അറിയാം. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു പബ്ലിഷിംഗ് ഹൗസ് ആലോചിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഇതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതാണ്, ബിസിനസ്സാണ്. അപ്പോൾ ഇപ്പം എനിക്ക് സൗകര്യമുള്ളതൊരു സുഖമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ ആലോചിക്കാം, പുതിയ സംഭവങ്ങൾ കണ്ടെത്താം. അതിൻ്റെ സാമ്പത്തികമായ വശങ്ങൾ ഇപ്പം ഞങ്ങളൊരു വലിയ പദ്ധതി ചെയ്യുകയാണ്. അത് നിങ്ങളെല്ലാവരും ഇതും വേണം, ഇതിൻ്റെ പേര് ഇത് പറയല്ല, സാഹിത്യ വാരഫലമുണ്ട് എം കൃഷ്ണൻ നായരുടെ. 37 വർഷം ലോക സാഹിത്യത്തിൽ അങ്ങനെ ഒരു കോളമില്ല. 37 വർഷം നടന്നൊരു കോളമാണ് ഞങ്ങളിപ്പോൾ പുസ്തകമാക്കിക്കൊണ്ടിരിക്കുക. അത് മാതൃഭൂമി ബുക്സ് ആൻഡ് ഹിസ്റ്ററിയിൽ തന്നെ വലിയൊരു സംഭവമാണ്. 6000 പേജാണത്. 6000 പേജ്. ഒരു മനുഷ്യൻ 37 കൊല്ലം 1500 ലക്കങ്ങളായിട്ട് മലയാള സാഹിത്യത്തെ പറ്റി എഴുതി.
അത് നമ്മളിപ്പോൾ പുസ്തകമാക്കുകയാണ് 6000 പേജിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പദ്ധതിയൊന്നും പാപ്പിയോണിനോ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സ്വപ്ന പദ്ധതികൾ ചെയ്യാം. വലിയ വലിയ ഒരുപാട് പുതിയ എഴുത്തുകാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിപ്പം സ്വസ്ഥമായിട്ട് മാതൃഭൂമിയിൽ ജീവിക്കുന്നു. എഴുത്തുകാരൻ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് താഹ മാടായി പറഞ്ഞു. താഹ മാടായി ജീവിതമെഴുത്തിനെ സർഗാത്മകമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ജീവിതമെഴുത്തിൽ പലർക്കുള്ളൊരു സംശയമാണ്, പറയുന്നതാണോ എഴുതുന്നത് അതോ എഴുതേണ്ടതാണോ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ കേട്ടെഴുത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും. ഒരുപാട് വിശദീകരിക്കേണ്ട നല്ലൊരു ചോദ്യമാണത്. കേട്ടെഴുത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കേൾക്കുക, എഴുതുക എന്നുള്ളതാണ്. ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്നതാണ്. ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജീവിതം എഴുതുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകും. ഈ ചോദ്യകർത്താവിൻ്റെ തന്നെ ഒരു ജീവിതം എഴുതുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതം എഴുതുമ്പോൾ വ്യക്തികൾ എന്നുള്ള നിലയിൽ ഈ വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ പറയും, അനുഭവങ്ങളെ പർവ്വതീകരിച്ചിട്ട് പറയും, കുറേ ഭാവനകൾ ചേർത്തിട്ട് പറയും. ഇതിൽ നിന്നെല്ലാം മാറ്റി ഇതിലുള്ള യഥാർത്ഥ ജീവിതം എന്താണ്, ഏത് തരം ജീവിതമാണ് നമുക്ക്, നമ്മുടെ സമൂഹത്തിന്, വ്യക്തിക്ക്, കാലത്തിന്, അതിൽ എന്താണ് അതിൽ നിന്ന് പ്രചോദിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് തരിക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ അത് ഏത് തരത്തിലുള്ള ഓർമ്മകളെയാണ് പുനരാനയിക്കുക എന്നൊക്കെ പറയലുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഓർമ്മകളെയാണ് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോഴൊരാൾ ജീവിതം കേൾക്കുമ്പോൾ ആ ജീവിതത്തെ സത്യസന്ധമായി നമ്മൾ കേൾക്കും. പക്ഷേ ആ ജീവിതം പറയുന്ന ആൾ എല്ലാം സത്യസന്ധമായിട്ട് തന്നെ പറയണം എന്നില്ല. ഇതാണ് ഇതിലൊരു കെണി എന്ന് പറയുന്ന ഒരു സംഭവം. വ്യക്തികൾ അവരെക്കുറിച്ചിട്ട് ഉള്ളതും പറയും, ഇല്ലാത്തതും പറയും. ഈ ഇല്ലാത്തത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ 1900 ഇത്രാം വർഷത്തിലുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ ഞാൻ മുങ്ങി എന്ന് പറയുന്നു എന്ന് അങ്ങനെ പറയുമ്പോൾ ആ വർഷം അങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്തും. അപ്പോൾ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ അനുഭവം കെട്ടുകഥയായിട്ട് ചിലപ്പോൾ അദ്ദേഹം ചെറിയൊരു മഴ കണ്ടതായിരിക്കും. ആ മഴ കണ്ടതായിരിക്കും ചിലപ്പോൾ അദ്ദേഹം വലിയ വെള്ളപ്പൊക്കമായിട്ട് അവതരിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ വർഷം അതന്വേഷിച്ച് അത് ഇദ്ദേഹം പറയുന്നതും ഈ വർഷവുമൊക്കെ കറക്റ്റാണോ എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. ഞാൻ ഇത്രാം വർഷം ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഒരു കലാപം കണ്ടു. അപ്പം നമ്മൾക്ക് ആ സ്ഥലത്ത് ആ വർഷം ഒരു കലാപം ഉണ്ടായിട്ടുണ്ടോ എന്ന് അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളോടും ആ സ്ഥലത്തെക്കുറിച്ചിട്ടുള്ള സ്ഥലപുരാണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വ്യക്തികളിങ്ങനെയാണ് ഉണ്ടാവുക. ഈ വ്യക്തികളിൽ നിന്ന് സത്യത്തെ എടുക്കുക, അവർ പറയുന്ന ആത്മപ്രശംസകളെ, കള്ളങ്ങളെ, നുണകളെ കളയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതങ്ങനെ സംഭവിക്കുന്നതാണ്. അത് നമുക്ക് ഇങ്ങനെയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അത് എഴുത്തിൻ്റെയും കേൾവിയുടെയും ഒരു ഘട്ടത്തിൽ ഇത് പറയും. നമ്മളെങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക, ആ ചോദ്യങ്ങളിൽ നിന്നുള്ള ആ ഉത്തരങ്ങളിൽ നിന്നായിരിക്കും ഒരു ജീവിതമെഴുത്ത് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകണം. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. നേരത്തെ ഉസ്താദ് പറയുന്ന ഇടയിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, ഇപ്പം അവർ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു പ്രസാധകർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും ചലഞ്ചസുകളും അതിന് തരണം ചെയ്യുന്ന രീതികളെന്ന് പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് അത്ഭുതപ്പെട്ടു. കാരണം അനോണിമിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അപ്പോൾ അനോണിമസ് ആയിട്ട് ഇന്ന് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ അത് ഓൺലൈനാണ്. അപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു പുസ്തകം സെൽഫ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെൽഫ് പബ്ലിഷിംഗ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഉണ്ടാക്കിയൊരു പുസ്തകം അങ്ങനെ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അനോണിമിറ്റി എന്ന് പറയുന്ന സാധനത്തിന് പ്രസാധകർ എന്ന നിലക്ക് ഇപ്പം ഒരാൾക്ക് അനോണിമിറ്റി പറയുമ്പോൾ പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമല്ല റോയൽറ്റി കിട്ടുമ്പോഴും അനോണിമിറ്റി വേണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രസാധകർക്ക് പ്രസാധന മേഖലയിൽ എത്രത്തോളം സാധ്യത ഒരു എഴുത്തുകാരനുണ്ട് എന്ന് ഒന്ന് പറയാം. അല്ല, അത് മലയാള സാഹിത്യത്തിൽ നേരത്തെ ഉണ്ടല്ലോ. തൂലികാനാമം എന്ന് പറയുന്ന അനോണിമിറ്റി ആണല്ലോ. തൂലികാനാമം ഇപ്പോൾ ONV കുറുപ്പ് അദ്ദേഹം മുരളി എന്ന് പറഞ്ഞിട്ടാണ് പാട്ടൊക്കെ എഴുതിയത്. കാര്യം വെച്ചാൽ അന്ന് പ്രശ്നമായിരുന്നു, പ്രതിഫലം വാങ്ങാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് വേറെ പോലെ അത് അനോണിമിറ്റി എന്നുള്ളത് നേരത്തെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം പുസ്തകം ഒരു പുതിയ ഓതറാണെങ്കിൽ ഞങ്ങളോട് പറയുകയാണ് ഞാൻ വേറൊരു പേരിലാണ് ഇപ്പം പബ്ലിഷ് ചെയ്യുന്നത്, നമ്മൾ എഗ്രിമെൻ്റ് അങ്ങനെ വെക്കും.
അതായത് നിങ്ങളുടെ ഒറിജിനൽ പേരായിരിക്കും അവിടെ എഗ്രിമെൻറ്റിൽ നിങ്ങളെ പേയ്മെൻറ്റിൻ്റെയും ഡീറ്റെയിൽസിൽ, മറ്റേ നിങ്ങൾ പറയുന്ന പേരാണ് താഴ്ത്ത് വെക്കുക. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ അനോണിമിറ്റി ഇത് പുസ്തകമില്ല. ഗോസ്റ്റ് റൈറ്റിംഗ് എന്നുള്ള രീതിയിലല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കും. ഈ ഗോസ്റ്റ് റൈറ്റിംഗ് വലിയ പ്രശ്നമാണ്. കാര്യം ഇപ്പോൾ വലിയൊരു പ്രശ്നം ഇനി വരാൻ പോവുകയാണ്. ഈ AI ഉഷാറായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ തരുന്ന മാനസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഒറിജിനലാണോ, ഇദ്ദേഹം തന്നെ എഴുതിയതാണോ എന്നുള്ളൊരു സാധനം നമ്മൾ റീചെക്ക് ചെയ്തിട്ടേ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് അങ്ങനെ മലയാളത്തിൽ അങ്ങനെ ഒരു ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെക്കിങ്, ഇംഗ്ലീഷിൽ ചെക്ക് ചെയ്യുക അല്ലേ, ഗൂഗിളിൽ ഇത് ചെയ്യാൻ പറ്റുന്നു. മലയാളത്തിൽ ഒരു മലയാള പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, പ്ലേജറിസം ഉണ്ടോ എന്നുള്ള അറിയാം. ഞങ്ങൾ കുടുങ്ങിപ്പോയൊരു പുസ്തകത്തിൽ ഒരാൾ ലണ്ടൻ യാത്ര നടത്തിയിട്ട്, കാരൂർ സോമൻ എന്ന് പറഞ്ഞ ആൾ കേസായത്, അയാൾ ലണ്ടനിൽ നിന്നൊരു പുസ്തകം സ്പെയിനിൽ പോയൊരു പുസ്തകം ഇറക്കി. എന്നിട്ട് നമ്മളിത് പബ്ലിഷ് ചെയ്തപ്പോൾ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓൺലൈനിലുള്ള സാധനം അതേപടി എടുത്ത് പേസ്റ്റ് ചെയ്താൽ. അപ്പം ഞങ്ങളുടെ അടുത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ ആ മിസ്റ്റേക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. എന്താണെന്നറിയോ, ഇത് മനോജ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു സ്പെയിൻ യാത്ര മുഴുവൻ എടുത്ത് കട്ടെടുത്തതാണ്. അപ്പോൾ അതിൽ അയാൾക്കൊരു തെറ്റ് പറ്റി. മനോജ് രവീന്ദ്രൻ്റെ മകളെ പേരെന്നെ ഇയാളെ മകളെ പേരായിട്ട് വന്ന്. മനോജ് രവീന്ദ്രൻ്റെ മകളെ പേരാണ് ഇയാളെ മകളെ പേര്. നമുക്കറിയില്ല ഇയാളെ മകളെ പേര് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇത് കേസായി വലിയ പ്രശ്നമായി. കാരൂർ സോമൻ അയാൾ ഇപ്പോഴും പുസ്തകമൊക്കെ ഇറങ്ങുന്നുണ്ട് അല്ലേ, അയാൾ ഇപ്പോഴും ഇറക്കുന്നുണ്ട്, ലണ്ടനിലാണ് അയാൾ. എന്താ ചെയ്യാൻ പറ്റുക? അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു അപകടം ആലോചിക്കുന്നത്. ഈ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് അജ്ഞാതനാമമായിട്ട് ഇരിക്കാം, നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. പിന്നെ ഒരു കാലം വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയോ എഴുത്തുകാരും ഇപ്പോൾ അങ്ങനെ എഴുതുന്നുട്ടോ. മലയാളത്തിൽ ചില ആൾക്കാർ സ്ത്രീകളെ പേരിൽ എഴുതുന്നുണ്ട് വേഗം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്ത്രീകളുടെ പേരിൽ എഴുതി. ഇപ്പോൾ സുബൈദ എന്നാണ് നേരത്തെ എഴുതി കേട്ടോ, അബൂബക്കർ എന്നാണ് അയാളുടെ പേര്. സുബൈദയുടെ പേര് അബൂബക്കർ എന്നാണ്, മലയാളത്തിലുണ്ട് അല്ലേ, മരിച്ചുമില്ലേ, ജീവിച്ചിട്ടുണ്ട്. സോറി, അബൂബക്കർ നീലേശ്വരൻ എന്നാണ് മൂപ്പരെ പേര്. സുബൈദ എന്നുള്ള പേരിലാണ് എഴുതുന്നത്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അബൂബക്കർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ സുബൈദ എന്ന് എഴുതിയിട്ട് അവിടെ അച്ചടിക്കുകയും ചെയ്യും, ഒരു പ്രണയലേഖനം കൊണ്ട് വരികയും ചെയ്യും പിന്നാലെ, പത്രാധിപരെ ഒരു ലവ് ലെറ്ററും വരും പിന്നാലെ. താഹമാടയെക്കുറിച്ച് കേട്ടെഴുത്തുകളാണ് നിങ്ങളുടെ. ഇപ്പോൾ ഒരു കേട്ടെഴുത്തുകാരൻ എന്ന നിലയിൽ ഒരുപാട് ആളുകളുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇപ്പോൾ 3 കല്ലുകൾ എന്ന പുസ്തകത്തിലാണെന്ന് തോന്നുന്നുണ്ട്. അതെ, JP മങ്ങാട്ടിൻ്റെ 3 കല്ലുകൾ എന്ന പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കേട്ടെഴുത്തുകാരൻ അതിൽ വരുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് മാറുന്നുണ്ട്. ഒരു അന്തർമുഖനായിരുന്ന ഒരാൾ പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വല്ല മാറ്റങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ? നമ്മൾ മാറുക എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകിൽ വളരെ മോശമായിരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ നന്നാവേണ്ട ഒരു ശ്രമം ഉണ്ടാക്കണം. അപ്പോൾ വ്യക്തി എന്നുള്ള നിലയിൽ നന്നാവേണ്ട ഒരു ശ്രമം നടത്തുന്ന ഒരാളല്ല എഴുത്തുകാരൻ എന്നുള്ള നിലയിലും വ്യക്തി എന്നുള്ള നിലയിലും. കാരണം എന്ന് പറഞ്ഞാൽ ആ തരത്തിൽ ഏതോ തരത്തിൽ നന്നാവേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നാറില്ല. ഞാൻ നല്ല രീതിയിൽ ചില വാല്യൂസിൽ വിശ്വസിക്കുന്നുണ്ട്. നന്മ, സ്നേഹം, വ്യക്തികളെ ആദരിക്കുക. നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടെങ്കിൽ ഏത് തരത്തെയും നമുക്ക് വിമർശിക്കാൻ സാധിക്കും. അത് നമ്മളിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ആ ഉറപ്പുണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ് വ്യക്തി ജീവിതത്തിൻ്റെയും എഴുത്തിൻ്റെയും ഏത് കാര്യത്തിൻ്റെയും നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും സർഗാത്മകമാണ്. എത്ര ചെറിയ ആളോ വലിയ ആളോ ആവട്ടെ, സർഗാത്മകത മാത്രമാണ് കഴിവിൻ്റെ ആധാരം, ജീവിതത്തിൻ്റെ ആധാരം. അത് എഴുതണം എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിലൊരു ചായ ഉണ്ടാക്കണം എങ്കിൽ പോലും അതിലെത്ര രസകരമായൊരു ചായ ഉണ്ടാക്കാം എന്ന് ആ സന്ദർഭത്തിൽ ആലോചിക്കുക. അപ്പം ഞാൻ ഒരു സംഭവം എഴുതുമ്പോൾ ആ എഴുത്തുകൊണ്ട് ഒരു ജീവിതം കേൾക്കുമ്പോൾ നന്നാവാനുള്ള ഒരു ഇതല്ല, മറിച്ച് ഈ മനുഷ്യരുടെ ഓർമ്മകളിലൂടെ, ഇപ്പം സുലോചന ടീച്ചറുടെ ഓർമ്മകൾ പറയുമ്പോൾ, ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ മാമുക്കോയയുടെ ഓർമ്മകൾ പറയുമ്പോൾ കോഴിക്കോടിൻ്റെ കൂട്ടായ്മകൾ എത്ര മനോഹരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്യോന്യം പ്രചോദിപ്പിച്ച ഒരു കോഴിക്കോടൻ സായാഹ്നങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും. ഞാനെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ഓർക്കാത്ത ഒരു സമുദായമാണ് മുസ്ലിം സമുദായം.
എത്രത്തോളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കേരളീയ മുസ്ലിങ്ങൾ ഓർത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സത്യസന്ധനായ MN വിജയൻ മാഷ് ഒരു അഭിമുഖത്തിൽ എന്നോട് പറയുന്നുണ്ട്, കേരളം കണ്ട ഏറ്റവും ധീരനായ മനുഷ്യൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചിട്ട് പ്രേംജി, നടനായിട്ടുള്ള പ്രേംജി ഒരു കവിത എഴുതിയിട്ടുണ്ട്. കേരള സിംഹം അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കണ്ടത്തിൽ ലാത്തി വെച്ച മഴു കഠാള ആമു സൂപ്രണ്ട് ആമു ഇൻസ്പെക്ടറെ ഓർക്കുന്ന കേരളം. ആ ഇൻസ്പെക്ടറുടെ നാടാണ് കേരളം എന്ന്. നമ്മൾ അധികാരത്തിൻ്റെ ദുഷ്ടത പ്രകടിപ്പിച്ചവരെ ഓർക്കുകയും അതിനെ പ്രതിരോധിച്ചവരെ മറക്കുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പം അടിയന്തരമായിട്ടുള്ള മലയാളി പൊതുസമൂഹത്തിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ തന്നെ ഒരു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ അടികൊണ്ടത് ഓർക്കുന്നത് പ്രേംജിയാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത്. അന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനോടൊപ്പം അടികൊണ്ട ഒരാൾ പിന്നെ അയ്യർ എന്ന് പറയുന്ന കോഴിക്കോടുള്ള വളരെ പ്രസിദ്ധനായ കൃഷ്ണ അയ്യർ, മൊയാരത്ത്, അതുപോലെ P. കൃഷ്ണപിള്ള പയ്യന്നൂർ. അപ്പോൾ ഈ അബ്ദുറഹ്മാൻ സാഹിബും കേളപ്പനും ഈ കൃഷ്ണയ്യരും ഒക്കെ ഒന്നിച്ച് വാറ്റിയെടുത്ത ഒരു ഉപ്പാണ് നമ്മുടെ ഉപ്പ്, നമ്മുടെ മണ്ണിൻ്റെ ഉപ്പ്. ഇപ്പം സുഭാഷ് ചന്ദ്രൻ എഴുതിയ ഉജ്ജ്വലമായ ഒരു കഥയിൽ, ജ്ഞാനസ്നാനം എന്ന കഥയിൽ ഉപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്നുണ്ട്. അപ്പോൾ മലയാളിയുടെ ഉപ്പ് എന്ന് പറയുന്നത് ഇവർ ഉണ്ടാക്കിയതാണ്. ഈ മനുഷ്യർ അന്യം ചേർത്ത് നിന്നുകൊണ്ടുള്ള ഒരു സെക്യുലർ ഉപ്പാണത്. അത് മതനിരപേക്ഷമായ ഒരു ഉപ്പാണ്. അത്ര തന്നെ അതിലൊരു ആത്മീയതയുമുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന് അത്ര തന്നെയുള്ള ഒരു സ്പിരിച്വൽ ലൈഫ് അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടുനടത്തുന്നത്. ആത്മീയതയും മതവും മതനിരപേക്ഷതയും ഇതെല്ലാം ഇടകലർന്നുകൊണ്ടുണ്ടാകുന്ന ഒരു ഭൂമിയിലാണ് എല്ലാ സംവാദങ്ങളും നടക്കുന്നത്. മറ്റൊരിടത്ത് ഇത്തരം സംവാദങ്ങൾ സാധ്യമല്ല. മതം മാത്രം പുഷ്പിക്കുന്ന ഇടത്ത് ഒരു സംവാദവും സാധ്യമല്ല. മതവും മതനിരപേക്ഷതയും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഒരു പ്രേംജിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കേളപ്പനും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഒരു BKF സാധ്യമാവുക. ഒരു താലിബാനിൽ ഒരിക്കലും ഒരു BKF സാധ്യമല്ല. പ്രസാദനാലയത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴേ അതിൻ്റെ ഒടുവിൽ ഇപ്പോൾ സ്വസ്ഥ ജീവിതമാണ്, നേരത്തെ ആയിരുന്നെങ്കിൽ എല്ലാം കണ്ടെത്തണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇങ്ങനെ കേരളത്തിലെ ഒരു ഉസ്താദുമാരുടെ അല്ലെങ്കിൽ ഉലമാക്കളുടെ ഒരു ട്രഡീഷനിൽ എല്ലാം സ്വയം കണ്ടെത്തിയിരുന്ന ഒരു ദീർഘമായ ചരിത്രമുണ്ട്. അപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പിന്നെ പുറമ്പോക്കിൽ അകപ്പെട്ടവരുടെ ഒരു പ്രസാദനം ഒക്കെ പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ പുറമ്പോക്കിൻ്റെയും പിന്നിലുള്ള ഒരു ഹിസ്റ്ററി പരാമർശിക്കുന്നത് നന്നാകും. അതിൻ്റെ ഒരു നല്ലൊരു ആകർഷണതയുള്ളൊരു ഏരിയ ആണ് എന്ന് സൂചിപ്പിക്കാം. മറ്റൊന്ന് തൊഹമടൈ പറയുന്നൊരു കാര്യം, എല്ലാവർക്കും പരിചയമുള്ളൊരു എഴുത്തുകാരനാണല്ലോ. പക്ഷേ ഇപ്പോൾ ട്രൂ കോപ്പിയിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു ലേഖനത്തിൽ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ ഒരു വിമർശകനായിട്ടാണ് പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ളത്. നമ്മുടെ വായനയുടെയോ കണ്ടെത്താത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ പുതിയ കാലത്ത് നിങ്ങൾ അത്തരം എഴുത്തുകൾക്കുള്ള ഒരു റീഡർഷിപ്പ് നിങ്ങൾ എങ്ങനെയാണെന്ന് ഒരു പക്ഷേ അറിയുന്നുണ്ടാവും, ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ഈ ദേവാ കോളേജുകളും അതുപോലെ തന്നെ കുറച്ചും കൂടി നന്നായി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു മുസ്ലിങ്ങളിൽ തന്നെ അവരുടെ അകത്ത് അത്ര ഒരു റീഡർഷിപ്പ് പിന്നെ നിങ്ങളുടെ എഴുത്തുകൾക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒരു തെറ്റായിരിക്കാം. അവരിപ്പോൾ നിലവിൽ മലയാളത്തിൽ നിന്നൊക്കെ വിട്ട് കുറേയും കൂടി ഇസ്മായിൽ അത്താസിൻ്റെയും അതുപോലെ തന്നെ അമീറ മീറ്ററിൻ്റെയും വായിൽ അല്ലാഖിൻ്റെ ഒക്കെ തുടങ്ങിയിട്ടുള്ള കുറച്ചും കൂടി വലിയ എഴുത്തുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ നിങ്ങളുടെ എഴുത്തുകൾ നിങ്ങളെ ചെറുതാക്കുന്നുണ്ടോ എന്നൊരു സംശയം, ഒരു തോന്നൽ. വാസ്തവത്തിൽ വലുതായ ഒരാളാണ് ചെറുതാകുക. ഞാനൊരിക്കലും വലുതായിരുന്നില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ എഴുത്തുകൊണ്ട് ഞാനൊരിക്കലും ചെറുതാവുകയില്ല. കാരണം ഞാനൊരിക്കലും വലുതായിരുന്നില്ല എഴുത്തിലും ജീവിതത്തിലും. അത് വളരെ രസകരമായിട്ട് അങ്ങനെ പോകുന്ന ഒരു ജീവിതമാണ്. അത് എഴുത്തിനെ കുറിച്ചിട്ടോ വ്യക്തി ജീവിതത്തെക്കുറിച്ചിട്ടോ വലുതാവുക ചെറുതാവുക എന്ന് പറയുന്ന ഒരു സങ്കല്പമേ വ്യക്തി എന്നുള്ള നിലയിലും എഴുത്തുകാരൻ എന്നുള്ള നിലയിലും വായനക്കാരൻ എന്നുള്ള നിലയിലും ഞാൻ പുലർത്തുന്നില്ല. മറിച്ച്
ഈ മുസ്ലിം സംഭവത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുക നമ്മൾ ജീവിച്ച ഒരു പരിസരത്തെ നിന്നുകൊണ്ട് തന്നെയാണ്. അതിൽ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ ജീവിതം വായിക്കുമ്പോൾ ചില നിമിഷങ്ങളിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ വരുമ്പോൾ അബ്ദുൽ ഖാദർ ജീലാനി എഴുന്നേറ്റ് നിൽക്കും. കുട്ടികൾ സംസാരിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി. പിന്നീട് അബ്ദുൽ ഖാദർ ജീലാനിയുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ജലാലുദ്ദീൻ റൂമിയുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് തുറവികളുണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ ഏത് പണ്ഡിതനാണ് ഇന്ന് കുട്ടികളെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുന്നത്? പള്ളിയിൽ കയറിക്കഴിഞ്ഞാൽ കുഞ്ഞു മക്കൾ മുമ്പിൽ നിന്ന് ബേക്കിപ്പോ എന്ന് പറഞ്ഞാൽ ആട്ടിപ്പായിക്കുന്ന പണ്ഡിതർ എന്ന് പറയാം. അല്ലെങ്കിൽ അവിടെയുള്ള കമ്മിറ്റിക്കാർ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മുന്നിൽ കുട്ടികൾ നിഷ്കളങ്കരാണ് മുന്നിലിരിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികളിരിക്കുമ്പോൾ അവരെ എഴുന്നേൽപ്പിക്കരുത്. പക്ഷെ മിക്കവാറും കുട്ടികളെ പിറകിലേക്ക് മാറ്റും. ഒരു വലിയ കല്യാണത്തിന് പോയപ്പോൾ, ഞാൻ കല്യാണം ബഹിഷ്കരിച്ചൊരു സംഭവമുണ്ട്. ഒരു കല്യാണത്തിന് പോയപ്പോൾ ഞാനും 2 കുട്ടികളും എൻ്റെ മരുമക്കൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു വലിയൊരു പ്രമാണി വരുന്നു. അപ്പോൾ അവരെ കുട്ടികൾ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ എഴുന്നേൽപ്പിക്കുന്നു. എനിക്കത് മനസ്സിൽ കൊണ്ടു. ഞാൻ അവിടെ നിന്ന് എണീറ്റിട്ട് പോയി. ആ സുഹൃത്തിനോട് പറഞ്ഞു, ഭക്ഷണത്തിന് മുന്നിലിരിക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ ആദ്യം സീറ്റ് കൊടുക്കേണ്ടത്. അതാണ് വേറൊരർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇസ്ലാം എന്താണ് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. അപ്പം പറയുമ്പോൾ എതിരഭിപ്രായങ്ങളുണ്ടാകും. അതിൽ പേടിച്ച് വിരണ്ടു പോയിട്ട് നമ്മൾ സത്യം പറയാതിരുന്നിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ സത്യം കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ഞാൻ സ്വയം വിമർശനത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അതെനിക്ക് നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയുന്നതിന് യാതൊരു മടിയുമില്ല. സത്യസന്ധമായി എനിക്ക് നിങ്ങളോട് പറയാം. കാരണം അങ്ങനെ സത്യസന്ധമായി സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നത് പോലും. പക്ഷേ അങ്ങനെയുള്ളൊരു രീതിയിലേക്കൊന്നും ഈ സംഭാഷണങ്ങൾ പോയില്ല എന്ന് മാത്രം. ഞാനും നൗഷാദും ഷാർജ ബുക്ക് ഫെയറിൽ പോയപ്പം അവിടെ കൂടുതലും പങ്കെടുത്തത് സ്ത്രീകളുടെ പുസ്തക പ്രകാശനങ്ങൾ. സ്ത്രീകൾ സദസ്സിലിരിക്കുന്നു. ഒരു അറബി രാജ്യമാണ്, അല്ലെങ്കിൽ അറബി രാജ്യത്തിൻ്റെ ഒരുപാട് സാംസ്കാരിക ചിഹ്നങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഷാർജ ബുക്ക് ഫെയർ നടക്കുന്നത്. അവിടെ സ്ത്രീകൾ പുസ്തകം പ്രകാശനം ചെയ്യുന്നു, ഏറ്റുവാങ്ങുന്നു, ഞങ്ങൾ ഇടകലർന്ന് ഇരിക്കുന്നു. മനുഷ്യർ ഇടകലർന്നിരിക്കുന്നിടത്താണ് മനോഹരമായ ആശയങ്ങളുണ്ടാകുക. ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്നുള്ള നോവൽ, ഈ എഴുത്തിൻ്റെ ശരീരശാസ്ത്രം എന്നുള്ള ഒരു വിഷയത്തെ കൂടി ബന്ധിപ്പിച്ചിട്ട് പറയാൻ പറ്റും. ഞാനങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും പരിമളമായ മണം, സ്ത്രീയുടെ ഗന്ധം. ഞാൻ ആകെ ഇളകിപ്പോയി. എൻ്റെ മൂക്കുകൾ വിടർന്നു. ഞാൻ ചുറ്റും നോക്കി, എവിടെയും സ്ത്രീകൾ ഇല്ല. ഇത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വരികൾ അങ്ങനെ തന്നെ ഞാൻ എടുത്തു പറയുകയാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് മുലകൾ, നമ്മൾ പറയും മുലകളും മാറിടും ആർത്തവും മലയാളത്തിൽ വന്നത് 70കളിലാണ് എന്ന്. സത്യത്തിലല്ല, മോയിൻകുട്ടി വൈദ്യരാണ് ഉടനെ ജുമയിലെത്ത് എന്ന് പറയുന്നതിൽ പിടിപെട്ട മുലയും മാറിടവും കുലുക്കിക്കൊണ്ട് അവൾ വരുന്നു എന്ന് പറയുന്നത് മോയിൻകുട്ടി വൈദ്യരാണ്. മലയാളത്തിൽ മുല എന്ന് പറയുന്നത് വാസ്തവത്തിൽ മോയിൻകുട്ടി വൈദ്യരാണ്. അത്രയും പച്ചയ്ക്ക് ഭാഷയെ ഉണർത്തിവിട്ട മോയിൻകുട്ടി വൈദ്യരുടെ ഒരു ഭാഷയിൽ നടക്കുന്ന ഒരു നാട്ടിൽ, അല്ലെങ്കിൽ ആ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് സ്ത്രീകളില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ എൻ്റെ പരാജയമല്ല, BKFൻ്റെ പരാജയമാണ്. പക്ഷേ ഇതിൻ്റെ പരിമിതികളാണ്. എങ്കിലും ഇവിടെ ജ്ഞാനത്തെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഒരു സന്തോഷം തീർച്ചയായും ഉണ്ട്. കാരണം ഇങ്ങനെയുള്ളൊരു വേദിയിൽ വരിക, നമുക്ക് പറയാനുള്ളത് പറയുക, നിങ്ങൾക്ക് കേൾക്കാനുള്ളത് കേൾക്കുക, ഇതാണ് ജനാധിപത്യം. ജനാധിപത്യം ഉള്ളിടത്താണ് ആത്മീയത ഉള്ളത്. നന്ദി. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ചർച്ച താലിബാനിലല്ല, ഇന്ത്യയിലാണ് എന്ന് നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ശംസത്ത് ബിരീസിയുടെ അറിഞ്ഞതിൽ നിന്നും അറിയാത്തതിലേക്കുള്ള അറിയാത്തതിനെ കണ്ടെത്തലാണ് ലക്ഷ്യമെന്ന് പറഞ്ഞതുപോലെ
യഥാർത്ഥ സത്യം എന്താണ് എന്ന് കണ്ടെത്തലാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കാഴ്ചകൾക്ക് പരിമിതിയുണ്ട്. നമ്മുടെ കാഴ്ച നമ്മുടെ മുന്നിലുള്ള ഈ ലോകത്തെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ അനുഭവങ്ങൾക്ക് പരിധിയുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ലോകത്തുള്ളതേ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇതിനപ്പുറത്തുള്ള അനുഭവമുണ്ട്, ഇതിനപ്പുറത്തുള്ള കാഴ്ചയുണ്ട്, ഇതിനപ്പുറത്തുള്ള യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തിലുള്ള ഒരു പ്രയാണമാകട്ടെ, അതേപോലെ യാഥാർത്ഥ്യത്തോട് പ്രണയിക്കാനുള്ള ഒരു കാരണമാകട്ടെ ഈ ഒരുമിച്ച് കൂടൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള നമ്മുടെ എല്ലാ വിയോജിപ്പുകളോടെയും ഇവിടെ എത്തിച്ചേരുകയും, ആദ്യം തന്നെ വിയോജിപ്പുണ്ട്, നിങ്ങളെ വിയോജിപ്പൊക്കെ ഞങ്ങൾക്ക് സഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. ഞങ്ങൾ സഹിക്കുകയും ചെയ്യും. നമുക്ക് ആ സംവാദങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തും ആലോചനകളും ഓർമ്മപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോൾ തന്നെയാണല്ലോ സൗന്ദര്യം എന്ന് പറഞ്ഞത്. അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്ന നമ്മൾ കുട്ടികളുടെ വില അറിയാതെ പോകുക എന്ന് പറയുന്നത് അത് മതത്തിനല്ല മതവിശ്വാസികൾക്ക് വന്ന, മതത്തിനൊരു പോറലുമില്ല, മതവിശ്വാസികൾക്ക് വന്ന പരിക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾക്ക് ഇസ്ലാമിനെ കാണാൻ കഴിയില്ല, ഇസ്ലാമിനെ കാണണമെങ്കിൽ നിങ്ങൾ പള്ളിക്കാട്ടിലേക്ക് ഖബറിടത്തിലേക്ക് പോകണം എന്ന് പറയുന്നത്. നമ്മുടെ ഉമ്മമ്മമാരുടെ, നമ്മുടെ പൂർവികരായ സച്ചരിതരായ മാതൃകയായ സൂഫികളായ പണ്ഡിതരുടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇസ്ലാമിനെ, അതിൻ്റെ ശാദ്വലതയെ, അതിൻ്റെ ആർദ്രതയെ ഒക്കെ നമ്മൾ ആവാഹിക്കുമ്പോഴാണ് നമ്മുടെ എഴുത്തും നമ്മുടെ വായനയും നമ്മുടെ പ്രസാധനവും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദൗത്യവും ഏറ്റവും സുന്ദരമാകുന്ന ഒരു ശരീരമായി തീരുന്നത് എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ നന്ദിയും